എത്ര നേരത്തെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഫിനിഷ് റിച്ച് ആ മാർച്ച് മാസത്തിലോ മറ്റുള്ള സമയത്തൊക്കെ നമ്മളൊരു എന്താ പറയുക ക്ലബ് മെമ്പർഷിപ്പിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നത് പോലെയൊക്കെ ഓടി നടക്കാതിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഏർലി. നമ്മൾ ആളുകളോടും ഇൻഷുറൻസ് പറയുമ്പോഴും അത് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയുമ്പോൾ അവർ പറയും ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് തുടങ്ങണോ, എനിക്ക് 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയും. കസ്റ്റമേഴ്സിന്റെ മൈൻഡ് സെറ്റും അങ്ങനെയാണ്. ഒരു പരിധി വരെ നമ്മളെ ഏജൻസും അങ്ങനെ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കും. ഇപ്പൊ ഏപ്രിൽ ഇന്നൊക്കെ ഏകദേശം 27-ാം തീയതി. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്റ്റാർട്ട് ചെയ്യുക. അതാത് മാസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക എല്ലാ മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബിസിനസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏർലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് റിച്ച് ആയിട്ട് ഫിനിഷ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ നമ്മുടെ ക്ലബിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടി നടന്ന് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ബിസിനസ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു മെസ്സേജ് ആണ് എന്ത്, ഒരു സെഞ്ചുറിയൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഏപ്രിൽ മാസത്തിൽ 4 പോളിസി, മെയ് മാസത്തിൽ 4 പോളിസി, മെയ് മാസത്തിൽ 5, ഏപ്രിൽ 4, മെയ്യിൽ 5, ജൂണിൽ 6, ജൂലൈയിൽ 7, ആഗസ്റ്റിൽ 8, സെപ്റ്റംബറിൽ 9, ഒക്ടോബറിൽ 10 അങ്ങനെ പറഞ്ഞിട്ടൊരു എല്ലാ ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ജനുവരി ആവുന്ന സമയത്ത് ഒന്നിനോടുകൂടി 1 കൂട്ടുക. ജനുവരിയിൽ 11, ഫെബ്രുവരിയിൽ 12, മാർച്ചിൽ 13, ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 118 പോളിസി വരും. ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ 108 പോളിസി 118 പോളിസി 108 പോളിസി വരും. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ സ്റ്റാർട്ട് ഏർലി. ഇപ്പൊ നോക്കൂ, ഏപ്രിൽ മാസത്തിൽ 4 പോളിസി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്കറിയാം 4 ലൈഫ് കിട്ടണമെങ്കിൽ 4 പേരെ കണ്ടാൽ പോരാ. കുറച്ചും കൂടി കൂടുതൽ ആളുകളെ കാണുമ്പോഴാണ് 4 ലൈഫ് കംപ്ലീറ്റ് ആവുക. അപ്പൊ ഇന്ന് കാണുന്ന ഈ മാസം കാണുന്ന കുറച്ച് ആളുകൾ അടുത്ത മാസത്തേക്ക് കയറി വരും. അങ്ങനെ മെയ് മാസത്തിൽ 5 പോളിസി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വീണ്ടും റെഗുലർ ആയിട്ട് നമ്മളുടെ പ്രോസ്പെക്ടിങ് ലിസ്റ്റിൽ പ്രോസ്പെക്ട്സ് ഉണ്ടാവും. കാരണം ഇന്ന് കൊറോണ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തേടിക്കൊണ്ട് നടക്കുന്നത് ഓക്സിജൻ ആണ് അല്ലെ? ഓക്സിജനെ കുറിച്ചാണ് നമ്മളിപ്പോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഒരാൾ നമ്മളെ പിടിച്ച് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഓക്സിജനാണ്. നമ്മളുടെ ബിസിനസിനെ സംബന്ധിച്ച് ഈ ബിസിനസിന്റെ ഓക്സിജൻ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്, പ്രോസ്പെക്ട്സ് ആണ്. അങ്ങനെ റെഗുലർ ആയിട്ട് പ്രോസ്പെക്ട്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് എല്ലാ മാസവും ബിസിനസ് കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഏപ്രിൽ മാസത്തിൽ 4 പോളിസി, മെയ് മാസത്തിൽ 5, ജൂൺ മാസത്തിൽ 6, ജൂലൈ മാസത്തിൽ 7, അങ്ങനെ വരുമ്പോൾ 108 പോളിസി. അപ്പൊ ഒരു 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മളുടെ പൈപ്പ് ലൈനിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടിങ് നിങ്ങൾ ബുക്കിലാണ് എഴുതി വെക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മളുടെ ബുക്കിൽ ആരെയാണ് കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ടാവും. ദിനം പ്രതി ആ പ്രോസ്പെക്ടിങ് ലിസ്റ്റില് ആളുകളുടെ എണ്ണം കൂടി വരും. ഇപ്പൊ പലർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കാണാൻ പോവുക എന്നുള്ളതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ആരെ നമ്മൾ ഇന്ന് കാണും? കാരണം ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്ടിങ് ഈസ് ദ ഇമ്പോർട്ടന്റ് മാറ്റർ. പ്രോസ്പെക്ടിന് പല മെത്തേഡുകൾ ഉണ്ട്. ഗ്യാപ്പ് അനാലിസിസ് ഉണ്ട്, പല എൻഡ്ലെസ് ചെയിൻ മെത്തേഡ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഇമേജ് ആൻഡ് മെസ്സേജ്, കുറെ മെത്തേഡ് ഉണ്ട് പ്രോസ്പെക്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദിവസം പ്രതി ആളുകളെ കാണാനുണ്ടാവുള്ളൂ. കാരണം നമ്മളുടെ ബിസിനസിനെ സംബന്ധിച്ച് സ്പ്രെഡ് ആൻഡ് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്പ്രെഡ് ആൻഡ് മെയിൻറ്റെയിൻ, അതായത് പുതിയ പോളിസികൾ ചേർക്കുകയും വേണം, പഴയ പോളിസികളെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, സർവീസ് ചെയ്യണം. ചില ആളുകളെ സംബന്ധിച്ച് എന്താ വിഷയം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലത്ത് പുതിയ പോളിസികൾ ചേർക്കും, കുറെ കാലം അതിനെ സർവീസ് ചെയ്തുകൊണ്ട് നടക്കും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കും. മെയിൻ്റെനൻസും വേണം, സ്പ്രെഡ് ചെയ്യും വേണം. പുതിയ കസ്റ്റമർ നമുക്ക് ഉണ്ടാവണം, എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് സർവീസ് കൊടുക്കണം, ന്യൂ കസ്റ്റമേഴ്സ് നമ്മളിൽ ആഡ് ആയിട്ട് വരണം. അങ്ങനെ വരണമെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യണം. അത് പാൻഡമിക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഡെയിലി ബേസിസിൽ നമ്മളുടെ പ്രോഡക്റ്റും സർവീസുമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് അത് ഫിസിക്കലി ഓർ വെർച്വലി നമുക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റും അങ്ങനെയൊക്കെ എത്തിപ്പെടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ ഇനി 4 ദിവസം ഉണ്ട്, 4 പോളിസി കൊടുക്കുക, മെയ് മാസത്തിൽ 5 കൊടുക്കുക, ജൂൺ മാസത്തിൽ 6 കൊടുക്കുക. അത് നിങ്ങൾക്ക് പ്രീമിയം ഒക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ 5000 രൂപ മന്ത്ലി അടയ്ക്കുന്ന ഒരു പോളിസി 4 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 20,000 രൂപ മന്ത്ലി പ്രീമിയം വരും. ഏകദേശം
5000 രൂപ മന്ത്ലി അടയ്ക്കുന്ന പോളിസിയാണ് 108 ചേർക്കുന്നതെങ്കിൽ ഇയർലി നമുക്ക് ഒരു 65 ലക്ഷം പ്രീമിയം വരും. 65 ലക്ഷം പ്രീമിയം വന്നു കഴിഞ്ഞാൽ 2-3 MDRT ഒക്കെ കംപ്ലീറ്റ് ആവും. ഗാലക്സി അപ്പൊ ടിക്കറ്റ് സൈസ് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഈ ഫോർമുല മനസ്സിൽ വയ്ക്കുക, കാരണം ഇത് വളരെ സിമ്പിൾ ഫോർമുലയാണ്. 4 പേരെ ഒരു മാസത്തിൽ ചേർക്കാൻ ബുദ്ധിമുട്ടില്ല. 4 പേരെ ചേർക്കുമ്പോൾ അടുത്ത മാസത്തേക്ക് കുറച്ച് പേര് കയറി വരും. അതിന്റെ കുറെ പ്രോസ്പെക്ട് കിട്ടും. അടുത്ത മാസം 5 പേരെ ചേർക്കാൻ പറ്റും. അങ്ങനെ ഇത് ചേർക്കാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു ഓൺലൈൻ ട്രെയിനിങ് സെഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആസ് എ ട്രെയിനർ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് ഓഫ്ലൈനിൽ ട്രെയിനിങ് ചെയ്യുന്നത് തന്നെയാണ് ട്രെയിനേഴ്സിന് ഏറ്റവും നല്ല. കാരണം എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇതിപ്പോ ഒരു ആകാശവാണി പോലെയാണ്. ഇപ്പൊ കിഷോർ സാറിനെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ സ്ക്രീനിൽ, കാരണം എനിക്ക് കുറച്ച് പേരുടെ വീഡിയോ മാത്രം എന്റെ സ്ക്രീനിൽ വിസിബിൾ ആണ്, ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല. ഇതൊരു ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ നമുക്കൊരു 222 പേര് ഇപ്പൊ 222 പേരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നല്ല എനർജിയിലാണ് പറയുന്നത്, പാലക്കാട്ടുകാരനായതുകൊണ്ട് കുറച്ച് എനർജി ചിലപ്പോൾ കൂടുതലായിരിക്കും. മൈ എനർജി പ്ലസ് യുവർ എനർജി പ്ലസ് യൂണിവേഴ്സൽ എനർജി ഈസ് ഈക്വൽ ടു മാജിക്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നല്ല എനർജിയിൽ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് യുവർ എനർജി, നിങ്ങളുടെ എനർജി ഈ സെഷൻ എൻഡ് വരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ഒരു സെഷനിലേക്ക്. പ്ലസ് നമ്മള് ഈ മൈ എനർജി, നമ്മുടെ 2 കൂട്ടരുടെ എനർജിയും വരുമ്പോൾ നമുക്ക് വേണ്ടി യൂണിവേഴ്സൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതങ്ങനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നോ യൂണിവേഴ്സൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു മാജിക് ഇവിടെ സംഭവിക്കും. പാൻഡമിക്കിനെ കുറിച്ച് ഒന്നും എന്താ പറയാ ആലോചിച്ച് ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എന്താ പറയാ നമ്മൾ ഇതുവരെ കാണാത്ത റെക്കോർഡ് ബിസിനസ് ആണ് LIC ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ആളുകൾക്ക് ഇൻഷുറൻസിനെ കുറിച്ചും ഞങ്ങൾ ഇതുവരെ കൊണ്ടു നടന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായ രീതിയിലായിരുന്നു ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയത് ഈ കൊറോണ വന്നപ്പോഴാണ്. കാരണം 2030 ഈ ലോകത്ത് എന്ത് സംഭവിക്കുമായിരുന്നോ അത് 2020 സംഭവിച്ചു എന്നുള്ളതാണ് കൊറോണ കൊണ്ടുവന്നൊരു അഡ്വാൻറ്റേജ്. അപ്പൊ പലരും റോളിംഗ് റൊട്ടേഷൻ ലൈഫിൽ ജീവിക്കുമ്പോൾ എമർജൻസി ഫണ്ടിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ ആളുകളുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട്. ഈ ചിന്തയെ കച്ചവടമാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞു നടക്കുന്ന ഡയലോഗ് കൊണ്ട് നടന്നിട്ടൊന്നും ഇനി കാര്യമില്ല. കാരണം കാലഘട്ടം മാറിപ്പോയി, യാതൊരു സംശയവുമില്ല. അപ്പോ നല്ല എനർജിയിൽ ഇരിക്കുക. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്ന നോട്ട്ബുക്കോ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കുക. സോ ഈ വേർഡ് എപ്പോഴും ആലോചിക്കാം, മൈ എനർജി പ്ലസ് യുവർ എനർജി പ്ലസ് യൂണിവേഴ്സൽ എനർജി ഈസ് ഈക്വൽ ടു മാജിക്. ഓക്കെ, ദെൻ പവർ ഓഫ് ഡിക്ലറേഷൻ. നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. കാരണം പലരുടെ മനസ്സിലും ഈ കോവിഡ് കാലഘട്ടത്തിൽ ബിസിനസ് കിട്ടുമോ ഇല്ലേ പല പല ചിന്താഗതികളുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോ എങ്ങനെയൊക്കെയോ നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്തു, അത് വീണ്ടും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 2ാം തരംഗം വന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് പവർ ഓഫ് ഡിക്ലറേഷൻ. നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, ആസ് ഐ ടേക്ക് ഓൺ ന്യൂ ചാലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ പുതിയ ചാലഞ്ചസ് എന്റെ മുന്നിൽ വന്ന് പെടുമ്പോൾ ഐ ഫീൽ കാം. അല്ലെ, നമുക്ക് പ്രഷർ. ഇപ്പൊ നോക്കൂ, പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ, ആളുകൾക്ക് ഡിപ്രഷൻ വരും, ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, കോവിഡ് വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇനിയുള്ള ലോകത്ത് മൈൻഡ് സെറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. 80% മൈൻഡ് സെറ്റ് ആൻഡ് 20% ആണ് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. സ്കില്ലിന് 20% പ്രാധാന്യം ഉണ്ടാവുള്ളൂ. ബാലൻസ് 80% ഈസ് അവർ മൈൻഡ് സെറ്റ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ വളരെ കാമായിട്ടിരിക്കുക. എനിക്കിത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കാമായിരിക്കുക. കോൺഫിഡന്റ് ആയിരിക്കുക, ആത്മവിശ്വാസം. കാരണം ഇനിയുള്ള ലോകത്ത് നമ്മളെ 2 കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുള്ളൂ. അത് ആത്മവിശ്വാസവും അറിവുമായിരിക്കും. കോൺഫിഡൻസ് ആൻഡ് നോളേജ് ആയിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുക. ദെൻ പവർഫുൾ. അല്ലെ, വെറും ഒരു സോപ്പ് വെള്ളം തട്ടിയാൽ എന്താ പറയാ നശിച്ചു പോകുന്ന ഒരു വൈറസ് ആണ് ഇപ്പൊ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഒരു സോപ്പ് വെള്ളത്തില് അലിഞ്ഞു പോകുന്ന വൈറസ് ആണ് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പവർഫുൾ ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, കാമായിരിക്കുക. കാരണം ഇത് മനസ്സിൽ ഒരു ഡിക്ലറേഷൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എടുക്കുക. പവർ ഓഫ് ഡിക്ലറേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ചാലഞ്ചസ് പീരീഡിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ആളുകളുടെ പൈസ LIC എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു പവർഫുൾ ഡിക്ലറേഷൻ, ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഡിക്ലറേഷൻ, അതുപോലെ വളരെ കാമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും എടുക്കുക. റെഡി അല്ലേ? റെഡി ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. 222 ആളുകളുണ്ട്. അതിനെടുക്കുന്നത് എനിക്ക് വെള്ളം കുടിക്കാൻ സമയം കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, യുവർ എനർജി, നിങ്ങൾ ഇവിടെ എനർജി കാണിക്കേണ്ടത് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്.
ഓൺലൈൻ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു വെല്ലുവിളി അതാണ്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യൂ, കുറെ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ എല്ലാവരും എടുക്കുക. അവർ രാവിലെ എണീറ്റിട്ട് ഈ ഒരു ഡിക്ലറേഷൻ എപ്പോഴും എന്തൊക്കെ ചാലഞ്ച്, നമ്മൾ ചാലഞ്ചസ് നേരിടും. കാരണം യാതൊരു സംശയവും വേണ്ട, നമ്മൾ അത്തരത്തിലുള്ള ഒരു ലോകത്തിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചാലഞ്ചസിന് യാതൊരു കുറവും ഉണ്ടാവില്ല. പക്ഷെ പവർ നമ്മുടെ മനസ്സിനകത്ത് ഒരു ഡിക്ലറേഷൻ എടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയാ, മല വന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ല, പിന്നെയല്ലേ എലി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവും. അപ്പോ everybody, I invite you to use the chat box. Everybody, okay. So use the chat box. In uncertain things, we need 3 health. Like uncertainty വരുമ്പോ 3 things health we need to take care of. ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ, ഇപ്പൊ ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലായിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, റിലേഷൻഷിപ്പ് ഹെൽത്ത്, അതുപോലെ തന്നെ മണി ഹെൽത്ത്. ഇത് മൂന്നുമാണ് ഒരു അൺസർട്ടൺ ടൈമില് ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രധാന ഘടകം. ഒരു അൺസർട്ടൺ ടൈംസിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവണം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഹെൽത്ത് ഉണ്ടാവണം. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ തവണ കൊറോണ വന്നപ്പോൾ അത് ഇന്ത്യയിലെ കാര്യമായിട്ട് എഫക്ട് ചെയ്തില്ല എന്ന് എല്ലാ പത്രങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടതാണ്, വായിച്ചതാണ്. അപ്പൊ ഇവിടെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഭക്ഷണ രീതികൾ, നമ്മൾ കൊണ്ടു നടക്കുന്ന യോഗ, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെ. കാരണം ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ള ആളുകളെ കൊറോണ അധികം അറ്റാക്ക് ചെയ്തിട്ട്. അതുപോലെ റിലേഷൻഷിപ്പ് ഹെൽത്ത്, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക. കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പിലൂടെയാണ് നമുക്ക് ധാരാളം ബിസിനസ് കിട്ടുക. ദെൻ അൺസർട്ടൺ ടൈംസിൽ നമ്മുടെ കയ്യിൽ വേണ്ടത് മണി ഹെൽത്ത് ആണ്. ഈ 3 ഹെൽത്ത് നമ്മുടെ കയ്യിൽ ഒരു അൺസർട്ടനിറ്റി പീരീഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ 3 ഹെൽത്തും കൊണ്ട് നടക്കാൻ ഫിസിക്കൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുക, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിട്ടും, നമ്മുടെ അടുത്ത് പോളിസി എടുത്ത ആളായിക്കോട്ടെ, പോളിസി എടുക്കാത്ത ആളായിക്കോട്ടെ, നമ്മുടെ ബ്രാഞ്ചിലെ ഏജൻസ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ടീമായിട്ട് എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ മണി ഹെൽത്ത്, നമുക്കൊരു അൺസർട്ടനിറ്റി വരുമ്പോൾ ഒരു എമർജൻസി ഫണ്ടൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ ഇനി മുന്നോട്ട് പോകുന്നത്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളുടെ ഡിസ്കഷൻ ഇനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ് ഹെൽത്ത് ആൻഡ് മണി ഹെൽത്ത്. ഈ 3 ഹെൽത്തുമാണ് ഒരു അൺസർട്ടൻ പീരീഡിൽ നമുക്ക് ആവശ്യം. കാരണം നമ്മൾ എപ്പോഴും പറയും റിലേഷൻഷിപ്പ്, ഇമേജ് ആൻഡ് മെസ്സേജ്. നമ്മൾ ആളുകളുടെ അടുത്ത് പോകുന്ന സമയത്ത്, ഇപ്പൊ ഇവിടെ അനിൽകുമാർ സാറിന്റെ BNI പോസ്റ്റർ ഒക്കെ വെച്ച് മുന്നിൽ കാണുന്നുണ്ട്, ഞാൻ വീഡിയോ കാണുന്നുണ്ട്. നോക്കൂ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവും. ഇമേജ് ഉള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ മെസ്സേജ് പരസ്പരം കേൾക്കാൻ തയ്യാറാവും. ഇപ്പൊ ഇൻഷുറൻസ് ഏജൻസിനുള്ള വലിയൊരു പരാതി എന്താ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് നിൽക്കും. നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ആളുകളോട് പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. ഇതാണ് പലർക്കുള്ള പരാതി. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ജീവനാനന്ദ്, ജീവൻ ഉമംഗ്, ജീവൻ ലക്ഷ്യ എന്നൊക്കെ ആളുകളോട് പറയുമ്പോഴേക്ക് തന്നെ അത് വേണ്ട 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 എന്ന് പറയുന്ന ധാരാളം ആളുകൾ, നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിനൊരു പ്രധാന കാരണം ഇൻഷുറൻസ് ലോകത്ത് വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് ആണ്, വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അല്ല. നമ്മൾ ഏതൊരു പ്രോഡക്റ്റുമായിട്ട് വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒരു ഇമേജ് ബിൽഡ് ചെയ്യും. ഇമേജ് ഉള്ള ആളുകൾ തമ്മിലുള്ള മെസ്സേജ് കേൾക്കാൻ പരസ്പരം തയ്യാറാവുന്നതാണ് അതിന്റെ ഒരു കാര്യം. അതുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. നമ്മൾ പല ആളുകൾക്കും ഉണ്ട് 2-3 രീതിയിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രം വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, ജോബുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് മാത്രം വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ട് എല്ലാത്തിനും 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പോളിസി കിട്ടുക, പറയാൻ പറ്റില്ല. നമ്മൾ നല്ല റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുക. അതുപോലെ മണി ഹെൽത്ത്, ഒരു അൺസർട്ടനിറ്റി ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ടിനെ കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ എന്താ പറയാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 6 മാസം ജീവിക്കാനുള്ള പൈസയെങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഈ 3 ഹെൽത്തും നമ്മളെ സംബന്ധിച്ച് ഈ അൺസർട്ടൻ പീരിയഡിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം മെന്റലി ഈ ഒരു ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് റോബിൻ എസ് ശർമ്മയുടെ പ്രശസ്തമായ ഒരു കോട്ടാണ്, ഐഡിയാസ് ഡോണ്ട് വർക്ക് അൺലെസ് യു ഡു ദ വർക്ക്. റോബിൻ എസ് ശർമ്മ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10,000, 3,500, 4,000 ട്രെയിനിങ് നിങ്ങൾ കേട്ടോ? അപ്പൊ നമ്മൾ പറയും നോളേജ് ഈസ് പവർ എന്ന്. പക്ഷെ ഞാൻ പറയും അപ്ലൈഡ് നോളേജ് ഈസ് പവർ. നോളേജ് ഈസ് പവർ എന്നുള്ളത് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു, അതായത് അറിവാണ് പവർ എന്നൊക്കെ പറയും. പക്ഷെ
അപ്ലൈഡ് നോളജ് ഈസ് പവർ. ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല ഈ ട്രെയിനിങ് സെഷനിൽ വന്നിരുന്നത് കൊണ്ട് അറിയാതെ MDRT ആയി പോവും, അറിയാതെ കോർപ്പറേറ്റ് ക്ലബ് ആവും, അറിയാതെ ഗാലക്സി ക്ലബ് ആവും എന്നൊന്നും ആരും ചിന്തിക്കണ്ട. നിങ്ങൾ ഏത് ട്രെയിനറുടെ ക്ലാസ്സിൽ ചെന്നിരുന്നോ, ഏത് സെഷനിൽ ചെന്നിരുന്നോ, അവിടെ നിന്ന് കിട്ടിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ സ്കില്ലായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്നത് മുഴുവൻ ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ട് നിലനിൽക്കും. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 7 മണിക്ക് സൂം ട്രെയിനിങ്ങിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, എന്ത് വേണമെങ്കിലും. ചിലപ്പോൾ നമ്മുടെ അച്ഛന്റെ പേര് ചോദിച്ചാൽ കൂടി ചിലപ്പോൾ ഗൂഗിൾ പറഞ്ഞു തരും. അപ്പൊ എന്തൊക്കെ ഐഡിയ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്ലൈഡ് നോളജിനാണ് ഇന്നത്തെ കാലത്ത് കാര്യം. അല്ലാതെ വെറുതെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ അറിവുകൾ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് സ്കില്ലായിട്ട് മാറുക. സ്കില്ലാണ് നമ്മുടെ ജീവിതത്തിൽ പൈസ കൊണ്ടുവന്ന് തരിക. നോളേജ് ഒരിക്കലും പൈസ കൊണ്ടുവന്ന് തരില്ല. നമുക്കറിയാം പ്രോസ്പെക്ടിങ് നോളേജ്, ക്ലോസിംഗ് നോളേജ് ഒന്നും പറയാറില്ലല്ലോ. പ്രോസ്പെക്ടിങ് സ്കിൽ, ക്ലോസിംഗ് സ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരിക്കണം. അപ്പൊ സ്കിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഏത് ട്രെയിനറുടെ ട്രെയിനിങ്ങിൽ ഇരുന്നാലും അവിടെ നിന്ന് കിട്ടുന്ന 1-2 ഐഡിയ എടുത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ അറിയാതെ MDRT ആയി പോയി എന്നുള്ളതൊന്നും ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വേണമെങ്കിൽ ഒരു രസത്തിനൊക്കെ പറയാം. പക്ഷെ ഐഡിയാസ് ഡോണ്ട് വർക്ക് അൺലെസ് യു ഡു ദ വർക്ക്. നമ്മൾ വർക്ക് ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു ഐഡിയ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. Then guaranteed failure. You attend the session but do not implement anything. നിറയെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു. എന്താ പറയാ, ഓഫ്ലൈനിലും ഓൺലൈനിലും ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് വിളിച്ചു തരുന്നതും മാനേജേഴ്സ് വിളിച്ചു തരുന്നതും LIC സംഘടിപ്പിക്കുന്നതും പുറത്തു പോയിട്ടും കാശ് കൊടുത്തിട്ടും ഒക്കെ യു അറ്റൻഡ് ദ സെഷൻ ബട്ട് ഡു നോട്ട് ഇംപ്ലിമെന്റ് എനിത്തിങ്. ഗ്യാരണ്ടീഡ് ആയിട്ട് ഫെയിലിയർ ആവും, യാതൊരു സംശയവും വേണ്ട. അതാണ് ഗ്യാരണ്ടീഡ് ഫെയിലിയർ വേഴ്സസ് ഗ്യാരണ്ടീഡ് സക്സസ്. You attend the session and implement everything in spite of difficulties and discomfort. അല്ലെ, നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമില്ല. ഇൻഷുറൻസ് ഏജൻസിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നറിയോ? പ്രോസ്പെക്ടിങ് നടത്താൻ ഇഷ്ടമില്ല, ആളുകളോട് ചെന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോളൂ, ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ് സക്സസ് ആവുന്നത്. നമുക്ക് തമാശക്കൊക്കെ പറയാം, എന്തു പറയാം, ഞാൻ എന്റെ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ലൈഫിൽ ആരൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നോ അവരാണ് സക്സസ് ആവുക. എനിക്ക് പഠിക്കാൻ പോകാൻ ഇഷ്ടമൊന്നുമല്ല, നോട്ട് എടുക്കാൻ ഇഷ്ടമല്ല, നിറയെ ട്രെയിനിങ്ങിൽ ഇരിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഞാൻ, വൈഫിന്റെ പേരിലാണ് ഏജൻസി ഉള്ളത് കേട്ടോ, ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയി. ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പോയപ്പോൾ നമ്മളത് ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറി വന്നു. സോ ഗ്യാരണ്ടീഡ് ഫെയിലിയർ വേണോ ഗ്യാരണ്ടീഡ് സക്സസ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏത് ട്രെയിനിങ് സെഷനിൽ അറ്റൻഡ് ചെയ്തിരുന്നാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്ന ഓരോ ഐഡിയാസും ഇംപ്ലിമെന്റ് ചെയ്യാനിരിക്കുക. ഇൻ അൺസർട്ടൻ ടൈംസ് യു ആർ വറീഡ് അബൌട്ട്. ഇനി നമ്മളും ചിന്തിക്കണം, നമ്മുടെ കസ്റ്റമേഴ്സും ചിന്തിക്കുന്ന കുറച്ച് കാര്യത്തെ കുറിച്ചാണ്. ഇൻ അൺസർട്ടൻ ടൈംസ് യു ആർ വറീഡ് അബൌട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ഫ്യൂച്ചർ? കൊറോണ ഇങ്ങനെ നിൽക്കുകയാണ്, എന്റെ ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിക്കുന്നുണ്ടോ? വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ഫ്യൂച്ചർ? എസ് എന്നോ നോ എന്നൊന്നും നിങ്ങൾ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി. ഇവിടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ഫ്യൂച്ചർ? അയ്യോ, ഇനിയിപ്പോ എങ്ങനെയാണ് പോളിസികളൊക്കെ കിട്ടുക? ആളുകൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. റിന്യൂവൽ പ്രീമിയം ഒക്കെ വരുമോ? ആളുകൾ ചേരുമോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അൺസർട്ടൺ ടൈംസിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ്. ഇതേ ചിന്തയാണ് കസ്റ്റമർക്കും വരും, ഇതേ ചിന്ത നമുക്കും വരും, ഈ ചിന്ത കസ്റ്റമർക്കും വരും. നോക്കൂ, വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ബിസിനസ്? എന്റെ ബിസിനസ് എന്താവും? ഇല്ലേ, നമ്മള് ബിസിനസ്സുകാരുടെ അടുത്ത് നമ്മൾക്ക് കസ്റ്റമർ ആയിട്ടുണ്ട്, പ്രോസ്പെക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളും ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ എന്റെ ബിസിനസ് എന്താ? നിറയെ പേര് വീട്ടിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാവും. വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു ചിന്തയൊക്കെ നടത്തുന്നുണ്ടാവും. കാരണം റെസിഷൻ വരുമ്പോൾ 50% ഓഫ് ദ സെയിൽസ് പീപ്പിൾ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കില്ല. കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല. കാരണം മാർക്കറ്റിൽ റെസിഷൻ ഉണ്ട്, മാന്യമാണ്, ആളുകൾ പോളിസി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 50% പീപ്പിൾ വർക്ക് ചെയ്യില്ല. കഴിഞ്ഞ കൊല്ലം കുറെ ആളുകൾക്ക് അതാ സംഭവിച്ചു. കൊറോണ എന്ന് പറഞ്ഞിട്ട് കുറെ ഏജന്റ്സ് വീട്ടിലിരുന്നു. കുറച്ചുപേര് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ മറികടന്നുകൊണ്ട് ബിസിനസിന് വേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ വലിയ റിസൾട്ട് ഉണ്ടായി. 50% ഓഫ് ദ സെയിൽസ് പീപ്പിൾ പുറത്തിറങ്ങില്ല. ഒരു 30% സെയിൽസ് പീപ്പിളിന് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വീട്ടിൽ നിന്ന് ഭാര്യ പറഞ്ഞു വിടും. വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, LIC ഏജന്റാന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമുണ്ടോ? പൊയ്ക്കൂടെ? ഡെവലപ്മെന്റ് ഓഫീസർ വിളിക്കും, അല്ലെങ്കിൽ മാനേജർ വിളിക്കും. ഇവരൊക്കെ വിളിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ ഫീൽഡിലേക്ക്.
മനസ്സില്ലാ മനസ്സോടെ ഫീൽഡിലേക്ക് പോയിട്ട് ആദ്യത്തെ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ റിജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു കിട്ടില്ല എന്ന്. ഞാൻ അവളോടും പറഞ്ഞാണ് പോയിട്ടൊന്നും കാര്യമില്ല എന്ന്. അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ആള് റിജക്ട് ചെയ്തു, വീട്ടിലേക്ക് മടങ്ങി വന്നു. അടുത്ത 20% ആളുകളാണ് സെയിൽസിലെ യഥാർത്ഥ കില്ലേഴ്സ്. അവരെന്തൊക്കെ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? ഫീൽഡിലേക്ക് പോകും. കാരണം റെസിഷൻ വരുമ്പോൾ ഒരിക്കലും ബിസിനസ് സീറോ ആവില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പൊ നോക്കൂ, കാർ വിൽപ്പന, ഒരു കാർ ഷോറൂമില് ഒരു മാസത്തിൽ 100 കാർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. റെസിഷൻ വരുമ്പോൾ ഒരിക്കലും സീറോയിലേക്ക് വരില്ല. 100 കാർ എന്നുള്ളത് 30 കാറെങ്കിലും വിൽക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ആ 30 കാർ വാങ്ങാൻ ആളുണ്ട്, ഇല്ലേ? ആ 30 കാർ വാങ്ങാൻ ആളുണ്ട്. അതേപോലെ തന്നെയാണ് റെസിഷൻ വരുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഡബിൾ ദ എഫേർട്ട്. നമ്മളെ സംബന്ധിച്ച് ചെയ്യാനുള്ള, നിങ്ങൾ 3 പേരെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന, 3 പേരോട് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ റെസിഷൻ വരുമ്പോ യു ഡബിൾ ദ എഫേർട്ട്. എന്ത് ചെയ്യണ? എഫേർട്ട് ഡബിൾ ചെയ്യുക. 6 പേരെ കാണാതെ വാട്സപ്പ് കോളിൽ കണ്ടാലും ശരി, ഇനി ഫോൺ വിളിച്ച് സംസാരിച്ചാലും ശരി, വീഡിയോ കോൾ ആയാലും ശരി, സൂം ആയാലും ശരി, എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ബിസിനസ്, ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കും. നമ്മുടെ കസ്റ്റമറും ടെൻഷൻ അടിക്കും. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ക്യാഷ് ഫ്ലോ. എനിക്ക് റെഗുലറായിട്ട്, നമുക്കൊരു റെഗുലർ ഇൻകം വേണമല്ലോ. നമ്മുടെ കസ്റ്റമർക്കും ഒരു റെഗുലർ ഇൻകം വേണം, നമുക്കും ഒരു റെഗുലർ ഇൻകം വേണം. കാരണം നമുക്ക് പല പല ചെലവുകൾ ഉണ്ടാവും. ലോൺ അടയ്ക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടിലെ ചെലവ്, EMI, മൈ വൈഫ് മൈ EMI എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നടക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്റെ റെഗുലർ ക്യാഷ് ഫ്ലോക്ക് എന്ത് സംഭവിക്കും? ഈ മാസം എന്നൊക്കെ 27-ാം തീയതിയായി, NB ആണെങ്കിൽ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, റിന്യൂവൽ ആണെങ്കിൽ കുറെ ആളുകൾ പെൻഡിങ് ആയിട്ട് അടച്ചിട്ടില്ല, അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ എനിക്കാണെങ്കിൽ കുറെ ചെലവുണ്ട്, KSF അടയ്ക്കണം, വെഹിക്കിൾ ലോൺ അടയ്ക്കണം, അത് അടയ്ക്കണം, ഇത് അടയ്ക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാവും. നമ്മുടെ കസ്റ്റമർക്കും ഈ ഒരു ചിന്ത ഉണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലോക്ക്ഡൌൺ സ്ട്രൈക്സ് അഗെയിൻ? ഇപ്പൊ ലോക്ക്ഡൌൺ നമ്മളോട് വന്നിട്ടില്ല, ശനി ഞായറും മാത്രമാണ് ലോക്ക്ഡൌണിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. ഇനി വീണ്ടും ലോക്ക്ഡൌൺ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇസ് അനദർ ആൻസൈറ്റി. നമ്മുടെ കസ്റ്റമർക്കും അതെ, നമുക്കും അതെ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അനദർ സംഗതി. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ EMIs? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ EMI-നൊക്കെ എന്ത് സംഭവിക്കും? കാർ ലോൺ അടയ്ക്കാൻ പറ്റുമോ? എന്റെ സിബിൽ സ്കോർ 750-ൽ നിന്ന് നേരെ 500 ആവുമോ? അടുത്ത കൊല്ലം ഞാൻ വീട് കെട്ടാൻ ലോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്, ആ സമയത്ത് സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലോൺ കിട്ടും. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഹൗ വിൽ ഐ സർവൈവ് വിത്തൗട്ട് എനി ഇൻഫ്ലോ? യാതൊരു ഇൻഫ്ലോയും ഇല്ലാതെ, കാശൊന്നും വരാണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ആർ യു ഹാവിംഗ് സ്ലീപ്ലെസ് നൈറ്റ്സ്? ഉറക്കമില്ലാത്ത രാത്രികൾ ഡ്യൂറിങ് ആൻ അൺസർട്ടൻ ടൈംസ് ആൻഡ് സ്റ്റിൽ. ഈ ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മളെ വേട്ടയാടുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസ് എൻ LIC ഏജന്റ് എന്ന നിലയിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മൈൻഡിൽ ആരുടെയെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഈ ക്വസ്റ്റ്യൻസിന് അതായത് ഈ 7 ക്വസ്റ്റ്യൻസ്, ഇത് കസ്റ്റമർക്കും വരും കേട്ടോ, നമുക്കും വരും, കസ്റ്റമർക്കും വരും. യാതൊരു തർക്കവും വേണ്ട. നമ്മൾ കാണാൻ പോകുന്ന കസ്റ്റമറുടെ മൈൻഡിലും ഇത് തന്നെയായിരിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മെഡിക്കലിന് വരാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊന്നും വന്നിട്ടില്ല. സംഭവിക്കും യാതൊരു, കാരണം നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇത് എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല, ഇതെങ്ങനെ മറികടക്കാം. ഇതിന് നിങ്ങൾക്ക് ഇപ്പൊ നോക്കൂ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ 2 ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരാൾക്ക് 2 ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ഫ്യൂച്ചർ? What will happen to my business? What will happen to my cash flow? What will happen to lockdown strikes again? What will happen to my EMIs? ഇതിനൊക്കെ നിങ്ങൾക്ക്, ഈ ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, if majority of your answer are no, you are in the right track of business. ഇതൊന്നും, ഈ ചിന്തയൊന്നും സാറേ ബൈജു ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്ക് വരാറേയില്ല, വി ആർ ചാമ്പ്യൻസ്, ഞങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ. if majority of your answers are no, you are in the right track of business. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് LIC ബിസിനസ് ചെയ്തു പോയിരിക്കുന്നത്. അഥവാ ഇനിയിപ്പോ 2-3 മാസം MB ഒന്നും നടന്നിട്ടില്ലെങ്കിലും എന്റെ റിന്യൂവൽ കമ്മീഷൻ ഞാൻ ഒരു 5-8 MDRT ഒക്കെ ചെയ്ത ആളാണ്, എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നോ എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ you are in the right track. If majority of your answers are yes, you sincerely think about your working habits and strategies. മിക്കവാറും ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ആണ് യെസ് എന്നാണ് ആൻസർ കിട്ടിയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ വർക്കിംഗ് ഹാബിറ്റ്സും സ്ട്രാറ്റജീസും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെ എസ് കിട്ടി ആർക്കൊക്കെ നോ കിട്ടി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ, അവരുടെ മനസ്സിലുണ്ടോ. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം കസ്റ്റമറുടെ അടുത്ത്. കാരണം കസ്റ്റമറുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് പറഞ്ഞു കൊടുക്കണം. ഫ്യൂച്ചർ എന്താവും,
സാറെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ആങ്സൈറ്റി ആർക്കാ ഉണ്ടാവുക? റൊട്ടേഷൻ ലൈഫിൽ ജീവിച്ചിട്ടുണ്ടാവും, കറക്റ്റ് ആയിട്ട് പൈസ ഒന്നും ചേർത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആസ് എൻ LIC ഏജന്റ് എന്ന നിലയിൽ നമുക്ക് എന്ത് ആൻസർ? ഭൂരിഭാഗം ക്വസ്റ്റ്യൻസിന് നോ ആണെങ്കിൽ യാതൊരു തർക്കവും വേണ്ട, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ ബിസിനസ് റൈറ്റ് ട്രാക്കിലാണ് പോകണം. പക്ഷെ ഭൂരിഭാഗം ആൻസേഴ്സിനും യെസ് ആണ് ഉത്തരമെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, സിൻസിയർലി തിങ്ക് അബൌട്ട് അവർ വർക്കിംഗ് ഹാബിറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. നമ്മൾ എന്താണ് നമ്മളുടെ വർക്കിംഗ് ഹാബിറ്റ്, നമ്മളുടെ സ്ട്രാറ്റജി എന്താണ്? വർഷങ്ങളോളം LIC ഏജന്റ് ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് സമയം കോവിഡ് നമ്മളെ എഫക്ട് ചെയ്തപ്പോ ഈ ചിന്തകൾ കൊണ്ടൊക്കെ, ആർ യു ഹാവിംഗ് സ്ലീപ്ലെസ് നൈറ്റ്സ്, ഉറക്കമില്ലാത്ത രാത്രികളാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടു നടന്ന സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾക്ക് ഗുണം ചെയ്തോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സ്ട്രാറ്റജീസ് ഫോർ 2021-22 ഫിനാൻഷ്യൽ ഇയർ അല്ലെ, കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. അഥവാ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നോ ആണ് കിട്ടിയെങ്കിൽ, ഏറ്റവും കൂടുതൽ എസ് ആണ് കിട്ടിയെങ്കിൽ, എന്തോ കിട്ടട്ടെ, ഏതെങ്കിലും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും, ദർ ഇസ് നോ ഡൗട്ട്. അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല. വി കാൻ റിപ്പയർ ദ പാസ്റ്റ്. പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രസന്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഒരു കൊറോണ ഒരു കുറെ കാലം, ഒരു 2, 3, 4 വർഷം ഇങ്ങനെ ഒരു എഫക്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യണം. നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഏജൻസിനും നമ്മളുടെ കസ്റ്റമേഴ്സിനും സർവൈവ് ചെയ്തേ പറ്റൂ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ ആസ് ആൻ ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ, ഇപ്പൊ ചില സീനിയേഴ്സ് ആയിട്ടുള്ള ഏജൻസി എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്, ബൈജു ഏജൻസി എടുത്തിട്ട് കുറെ വർഷങ്ങളായി, കല്യാണം കഴിച്ചു കൊടുത്തു, കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു, നല്ല വീട് വെച്ചു, ഇനിയിപ്പോ കാര്യമായിട്ട് വർക്ക് ചെയ്യാനൊന്നും വയ്യ, കോട്ട ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. മക്കളും പറയണു, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ ആയപ്പോ മകളും പറയുന്നു, ഇനി അച്ഛൻ ഇങ്ങനെ വീടാന്തരം ഇൻഷുറൻസ് ഒന്നും ചോദിച്ചു പോണ്ടാന്ന്. അങ്ങനെ ഡിസ്കസ് ചെയ്ത ആൾക്കാരുണ്ട് എന്റെ അടുത്ത്. അവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് LIC ഏജന്റുമാർ എന്ത് ചെയ്യണം? അവനവന്റെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ പിന്നെ നാട്ടുകാരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം. കാരണം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾ കൊടുത്തൊരു ഇൻഷുറൻസ് പോളിസിയിലൂടെ ഒരാൾ ഡോക്ടർ ആവുക, അല്ലെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആവുക, നമ്മൾ കൊടുത്ത ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിലൂടെ ഒരാൾ എഞ്ചിനീയർ ഒക്കെ ആവാൻ പറ്റുമെങ്കിൽ അത് നമുക്കേ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം അങ്ങനെ ആരെങ്കിലും മക്കള് നമ്മളോട്, ഇപ്പൊ കൊറോണയൊക്കെ ആകുമ്പോൾ വയസ്സായ ഏജൻസിനൊക്കെ ഫീൽഡിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അതല്ല പറഞ്ഞു വന്ന്, നല്ല കണ്ടീഷൻ വരുമ്പോ മക്കള് പറയുകയാണ്, അച്ഛാ ഇനി ഫീൽഡിലൊന്നും പോകണ്ട, കാര്യം എന്താന്ന് വെച്ചാൽ വീടാന്തരം പോയി പോളിസി ഒന്നും ചോദിക്കണ്ട, ഞങ്ങളൊക്കെ ഒരു നിലയിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, പിന്നെ എനിക്കൊരു 1000 പേർക്ക് പെൻഷൻ പ്ലാൻ കൊടുത്തിട്ട് റിട്ടയർ ആണ്. അപ്പൊ നോക്കൂ, ഞാൻ ഗവൺമെന്റ് ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത ഒരാളാണ്. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും എന്റെ പെൻഷനെ കുറിച്ച് പറയുമായിരുന്നു, ലീവ് എടുത്ത സമയത്ത്, നീ ലീവ് എടുത്തു കഴിഞ്ഞാൽ നിന്റെ സർവീസ് കുറയും, പെൻഷൻ കുറയും എന്നൊക്കെ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് മാത്രമേ പെൻഷൻ കിട്ടുമായിരുന്നുള്ളൂ. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10,000 ആളുകൾക്ക് ജീവൻ ഉമംഗ് പോളിസി കൊടുത്തിട്ട് എല്ലാവർക്കും പെൻഷൻ വാങ്ങിക്കൊടുത്തിട്ട് അതിന്റെ റിന്യൂവൽ കമ്മീഷൻ എനിക്ക് പെൻഷൻ ആവണമെന്ന് എന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ ജോലിക്കുമ്പോൾ നമുക്ക് മാത്രമല്ലേ പെൻഷൻ കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ച് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നമുക്ക് എഡ്യൂക്കേഷൻ പോളിസി കൊടുക്കാം, പെൻഷൻ പ്ലാൻ കൊടുക്കാം, എല്ലാം കൊടുക്കാം. അപ്പൊ സ്ട്രാറ്റജീസ് നമുക്ക് കുറച്ച് നോക്കാം. ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഉപകാരപ്പെടുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കാം, കുഴപ്പമില്ല, കേട്ടിരിക്കുക. ഓക്കെ, നോക്കൂ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് യുവർ ഗോൾസ്. നമ്മുടെ മുമ്പിൽ ഒരു ചാലഞ്ചസ് വരുമ്പോൾ, ബിസിനസ്സിൽ ഒരു ചാലഞ്ചസ് വരുമ്പോൾ ഫസ്റ്റത്തെ സ്ട്രാറ്റജി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം വെച്ചോണം. ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അനുകൂല സാഹചര്യങ്ങളിൽ അവർ വർക്ക് ചെയ്യും, പ്രതികൂല സാഹചര്യം വരുന്ന സമയത്ത് അവർ വീട്ടിലിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യം പ്രത്യേകിച്ച് ഒന്നുമില്ല, സാഹചര്യം അനുകൂലമാകുന്ന സമയത്ത് ഫീൽഡിലേക്ക് പോകും, കുറച്ച് പോളിസിയൊക്കെ പ്രൊക്കർ ചെയ്യും, ഓഫീസ് കൊണ്ടുകൊടുക്കും. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ഈ കാര്യമൊന്നും ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ സെറ്റ് ചെയ്യാം. 2021-22 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഗാലക്സി ക്ലബ് മെമ്പർ ആവണം, കോർപ്പറേറ്റ് ക്ലബ് ആവണം, അല്ലെങ്കിൽ MDRT കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെഞ്ചുറിയൻ എങ്കിലും ആവണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഈ 256 പേരിൽ കുറെ പേര് ക്രീം ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്, MDRT COT ഒക്കെ അച്ചീവ് ചെയ്ത ആളുകളുണ്ട്, DOs ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ള ഏജൻസ് ഉണ്ട്. പക്ഷെ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷത്തേക്ക് ഒരു ഗോൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ ഗോൾ കാർഡിൽ എഴുതി വെക്കുക. ഗോൾ കാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ബുക്കിലൊക്കെ കുറെ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക. എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി. കാരണം ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കഴിവും കഴിവില്ലായ്മയും തിരിച്ചറിയാം.
നേരെ മറിച്ച് പ്രത്യേകിച്ച് ഗോളൊന്നും ഇല്ലാത്തവർക്ക് എന്തിലാ കഴിവുള്ളത്, എന്തിലാ കഴിവില്ലാത്തതെന്നൊന്നും അറിയില്ല. ഇപ്പൊ സെഞ്ചുറിയൻ ആവാൻ ആഗ്രഹിച്ചു, 100 പോളിസി ചെയ്യണം. നമ്മളുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 5 പേരെ കണ്ടാൽ ഒരാളെ പോളിസി എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 പോളിസി കിട്ടാൻ 500 പേരെ കാണണം. ആലോചിച്ച് നോക്കി ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ 122 വന്ന് നിന്നു. 500 പേരെ കാണാനില്ല. അവിടെ നമ്മുടെ ഡിഫിക്കൽട്ട് എന്താ? നമ്മൾ പ്രോസ്പെക്ടിങ്ങിൽ എവിടെയോ നമുക്ക് പഴച്ചിരിക്കുന്നു. ന്യൂജൻ പ്രോസ്പെക്ടിങ് നമുക്ക് അറിയാതെ പോയിരിക്കുന്നു. നമ്മൾ 1-to-1 മാത്രമാണ് പ്രോസ്പെക്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ ഒരു ഗോളും വെച്ചിട്ടില്ല എങ്കിൽ MDRTക്ക് വെച്ച് ഗോൾ വെച്ചു, നമുക്ക് വേണ്ടത് 25 ലക്ഷം പ്രീമിയം ആണ്. പക്ഷെ നമ്മളാണെങ്കിൽ ചേർത്തിക്കൊണ്ട് നടക്കുന്നത് 1 ലക്ഷം 2 ലക്ഷം സമ്മേഷോടാണ്. അപ്പൊ MDRTക്ക് വെച്ച് ഗോൾ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ചും കൂടി വലിയ കസ്റ്റമേഴ്സിനെ കാണേണ്ടിയിരിക്കുന്നു, കുറച്ചും കൂടി ടിക്കറ്റ് സൈസ് ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ ഫസ്റ്റ് യു സെറ്റ് ദ ഗോൾ. എന്താണോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഗോൾ വെക്കുക. ഗോൾ ഇല്ലാതെ ഒരാളും ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങരുത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ ചോദിക്കണം എവിടേക്കാ പോകേണ്ടതെന്ന്, അവിടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ പോലെയാവും. എവിടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടക്ടർക്ക് ആ പൈസ കൊടുത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നമ്മൾ LIC ഏജന്റ്, ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ലക്ഷ്യമുള്ളവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. ലക്ഷ്യമില്ലാത്തവരൊന്നും സക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുക. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ലക്ഷ്യം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. എന്തായി തീരണം 2021, 2022, 2023. കാരണം കൊറോണയൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അന്തം വിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഗോളുകൾ, ഇല്ലേ? 100 പോളിസി ചേർക്കണമെന്ന് നിങ്ങൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ്. സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരു LIC ഏജന്റിന് കിട്ടുന്ന സഹായത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ ഇരുന്നിട്ടാ ഈ സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MDRTക്ക് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ 2 MDRT, അതിന്റെ മുമ്പത്തെ വർഷം 1 MDRT ലീവ് എടുത്തിറങ്ങി 30 മാസത്തിൽ 3 MDRT ചെയ്തു. അതിന്റെ ട്രോഫി വെക്കാൻ ചെറിയൊരു അലമാര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞപ്പോ വീണ്ടും അടുത്ത അലമാര ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഗോൾ ഉള്ളുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് റിവാർഡ്സ് കിട്ടും. റിസൾട്ട്സ് ആർ റിവാർഡഡ്, എഫേർട്സ് ആർ നോട്ട് എന്ന് പറയും. റിസൾട്ടിനാണ് റിവാർഡ്. റിസൾട്ട് കിട്ടണമെങ്കിൽ ഫസ്റ്റ് യു സെറ്റ് എ ഗോൾ, ദെൻ ടൈം മന്ത്ര. ഈ ഗോളൊക്കെ വെച്ചു, ബുക്കിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും വലിയ പിടുത്തൂല. ഞാൻ സെഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു April 4 പോളിസി, May 5 പോളിസി. ഇല്ല, ടൈം മന്ത്ര വേണം. സെലക്ട് യുവർ യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് ഡേയ്സ് ഫോർ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഫോർ ഗ്യാരണ്ടീഡ് സക്സസ്. ഇറ്റ് ഹെൽപ്പ് യു ടു ഐഡന്റിഫൈ യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്. അല്ലെ, നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ചുവപ്പ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പാടില്ല. മഞ്ഞയാണെങ്കിൽ നമുക്കൊന്ന് റെഡി ആയി നിൽക്കാം, ഇല്ല ഒന്ന് പ്രിപ്പയർ ആയിട്ട്. ചിലവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ബ്രേക്ക് ഒക്കെ ഒന്ന്, അല്ലെ, ഹാൻഡ് ബ്രേക്ക് ഒക്കെ വന്നിട്ട് മൊബൈലിലൊക്കെ നോക്കും. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ, കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നലിലേക്ക് നോക്കിയപ്പോൾ 56 സെക്കൻഡ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് എന്ത് ചെയ്തു, വണ്ടിയൊക്കെ ഒന്ന് നിർത്തി നമ്മളൊന്ന് കാര്യങ്ങളൊക്കെ നോക്കി. യെല്ലോ, അല്ലെ, യെല്ലോ വരുമ്പോ ഒന്ന് റെഡിയായി, നമ്മൾ ഫീൽഡിൽ ഒന്ന് വണ്ടി എടുക്കാൻ വേണ്ടി റെഡിയായി. ഗ്രീൻ സിഗ്നൽ വീഴുന്ന സമയത്ത് നമ്മൾ, അപ്പൊ ഇവിടെ LIC ഏജൻസിന്റെ യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് ഡേയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെല്ലോ ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് സെഷൻസിൽ ഇരിക്കുക, മുമ്പ് അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ട്രെയിനിങ് സെഷന്റെ ഒക്കെ നോട്ടുകളൊക്കെ മറിച്ച് നോക്കുക. ഗ്രീൻ ഡേയ്സിൽ നമ്മൾ ആളുകളെ കാണാനുള്ള പ്രോസ്പെക്ടിങ്, നമ്മുടെ പ്രോഡക്റ്റും സർവീസുമായിട്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ആളുകളുടെ മുമ്പിൽ ഹാജരായിക്കോണം. വെർച്വലി ഓർ ഫിസിക്കലി, എങ്ങനെയാണോ ഈ ഒരു സാഹചര്യത്തിൽ പറ്റുക അത് ചെയ്യുക. റെഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ഇരിക്കുക. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് അനുവദിച്ചു തന്നിട്ടുണ്ട്, ശനിയും ഞായറും എവിടേക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ കോവിഡ് എന്ന മഹാമാരി നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ലൈഫ് ലോങ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു യെല്ലോ, ഗ്രീൻ, റെഡ് ഡേയ്സ് ഒക്കെ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്ത് പ്രസന്റേഷൻ, ഈ 2 മണിക്കൂർ സെഷനിലൊന്നും അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മിനിമം യെല്ലോ ഡേയ്സ് ആഴ്ചയിൽ 2 ദിവസം, ഗ്രീൻ ഡേയ്സ് ആഴ്ചയിൽ 4 ദിവസം, റെഡ് ഡേയ്സ് 1 ദിവസം. യെല്ലോ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുറെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ? ആഴ്ചയിൽ 7 ദിവസം പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ആണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകണില്ല, ആൾക്കാരെ കാണാൻ പോകണില്ല. ചിലർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഗ്രീൻ ഡേയ്സ് ആണ്. രാവിലെ എണീച്ചിട്ട് പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മീന് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ രാവിലെ എണീച്ചിട്ട് ജീവനാനന്ദേ, ജീവൻ ഉമങ്ങേ, ജീവൻ ലാബേ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകള്, ഫാമിലിക്ക് പ്രാധാന്യമൊന്നും കൊടുക്കാത്ത കുറെ ആളുകൾ, അങ്ങനെ കുറെ സംഭവം. പക്ഷെ ഇതൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദെൻ ഞാൻ ഏറ്റവും നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഓക്സിജൻ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്, അല്ലെ? പ്രോസ്പെക്ടിങ് നടത്തുമ്പോൾ
നമുക്ക് കുറെ രീതിയിൽ നടത്താം. കാണുന്ന ആളുകളെയൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് പറയുക, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട് അത് എടുത്ത് നോക്കുക, എന്നിട്ട് കുറെ പ്രോസ്പെക്ട്സിന് വെക്കുക. നിങ്ങൾ കല്യാണം വിളിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എത്ര ആളുകളെ വിളിക്കും, എത്ര ഇൻവിറ്റേഷൻ അടിക്കുന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് കണ്ടുമടുത്ത കേട്ടുമടുത്ത ട്രെയിനിങ്സിലുള്ള പ്രോസ്പെക്ടിങ് മെത്തേഡാണ്. പക്ഷേ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് കിട്ടണമെങ്കിൽ യു ജനറേറ്റ് ദ ലീഡ്സ്. ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. ക്വാളിറ്റി ലീഡിൽ പോയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്യാൻവാസ് ചെയ്യാൻ പാടുള്ളൂ. ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ലീഡ് എന്താന്ന് വെച്ചാൽ ഇനിയെങ്കിലും ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞുതരാം. ദ ഐഡിയൽ മോസ്റ്റ് പ്രോസ്പെക്ട് ഹു വിൽ ഗിവ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഒബ്ജെക്ഷൻ. നമ്മൾ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആരാണോ ഏറ്റവും കുറവ് ഒബ്ജെക്ഷൻസ് പറയുക അവരെ നമ്മുടെ പ്രോസ്പെക്ടിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അല്ലെ, നമ്മളൊരു ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് സംസാരിക്കും, LIC ഒന്നും വേണ്ട, എന്താ പറയാ, റിട്ടേൺസ് ആർ വെരി ലെസ്, IRR കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ദാറ്റ് ഇസ് ബിലോ 5% എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് വേറെ. പക്ഷെ ലീഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ദ ഐഡിയൽ മോസ്റ്റ് പ്രോസ്പെക്ട് ഹു വിൽ ഗിവ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഒബ്ജെക്ഷൻസ്, ഹു എക്സിബിറ്റ്സ് വില്ലിംഗ് ടു ബൈ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ആരാ റെഡി ആയിട്ടുള്ള ആളുകൾ? അങ്ങനെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി ചേർത്താൽ മതിയല്ലോ, അല്ലെ? പക്ഷെ ഇൻഷുറൻസ് എപ്പോഴും ലോകത്ത് വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് ആണ്, ആരും വാങ്ങില്ല. നമ്മൾ പറഞ്ഞ് മാർക്കറ്റിൽ പറഞ്ഞു നടന്ന് വിൽക്കുക തന്നെ വേണം. പക്ഷെ ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഹു എക്സിബിറ്റ്സ് വില്ലിംഗ്നെസ് ടു ബൈ ഇൻഷുറൻസ്. ലീഡ് എന്ന് പറയുമ്പോൾ ദെൻ വുഡ് ബി എലിജിബിൾ ഫോർ ആൾ ഇൻഷുറൻസ്. അല്ലെ, എല്ലാ ഇൻഷുറൻസും എടുക്കാൻ എലിജിബിൾ ആയിരിക്കും. കാരണം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ 2 എലിജിബിലിറ്റിയെ വേണ്ട, അല്ലെ? ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ 2 ടൈപ്പ് ഓഫ് എലിജിബിലിറ്റി ഈസ് നീഡഡ്. എന്തൊക്കെയാണ്? ഒന്ന് ഹെൽത്ത് എലിജിബിലിറ്റിയും വേണം, ഒന്ന് വെൽത്ത് എലിജിബിലിറ്റിയും വേണം, അല്ലെ? ഇപ്പൊ നമുക്ക് ഹെൽത്ത് എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ ഇന്ന് ഞാൻ ബ്രാഞ്ചിൽ പോയപ്പോ കഴിഞ്ഞ ദിവസം സബ്മിറ്റ് ചെയ്തൊരു പ്രപ്പോസൽ, പക്ഷെ കോവിഡ് പോസിറ്റീവായി. 3 മാസത്തിന് പോളിസി കൊടുക്കാൻ പറ്റില്ല. കോവിഡ് മാറി 3 മാസത്തിന് പോളിസി കൊടുക്കാൻ പറ്റില്ല. അഥവാ ഇനി ആ പോളിസി കംപ്ലീറ്റ് ആവണമെങ്കിൽ ചെസ്റ്റ് എക്സ്റേ അങ്ങനെയൊക്കെ വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം പൈസ ഉണ്ടായിട്ട് നമ്മുടെ ഇന്ന് പോളിസി എടുക്കാത്ത ആളുകൾക്ക് ഇപ്പൊ പൈസ ഉണ്ട്, പക്ഷെ ഹെൽത്ത് ഇല്ല. അപ്പൊ ഹെൽത്ത് എലിജിബിലിറ്റിയും വെൽത്ത് എലിജിബിലിറ്റിയും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ? ഞങ്ങളുടെ ബ്രാഞ്ചിലെ ജോസ് കുട്ടി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഏജന്റ് സുഹൃത്താണ്. കഴിഞ്ഞ തവണ മീറ്റിംഗിന് പോയപ്പോ ബ്രാഞ്ചിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്ന ഒരാളോട് അദ്ദേഹം പറഞ്ഞിട്ട്, നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പൊ പാലക്കാട്ട് നിന്ന് എനിക്ക് എറണാകുളത്തേക്ക് പോകണം, സീറ്റ് ബെൽറ്റ് എപ്പോഴാണ് ഇടുക? തൃശ്ശൂരെത്തിയതിനു ശേഷമാണോ സീറ്റ് ബെൽറ്റ് ഇടുക? ഇല്ലേ, പാലക്കാട് നിന്ന് യാത്ര തുടങ്ങിയ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടും. ഇൻഷുറൻസ് പോളിസി അങ്ങനെയാണ്. നമുക്ക് എടുക്കണം തോന്നുമ്പോൾ പിന്നെ മാറ്റി വെക്കരുത്. ഞാൻ തൃശ്ശൂർ പോയിട്ട് കുറെ ആളുകൾ അങ്ങനെയാണ്, എനിക്കിപ്പോ ഇൻഷുറൻസ് വേണ്ട എന്ന് പറയും. പക്ഷെ അവരുടെ അടുത്ത് വെൽത്ത് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഹെൽത്ത് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. ആളുകളോട് പറയാ, സാറേ ഞങ്ങളുടെ ഇൻഷുറൻസ് പോളിസി പണമുള്ളത് കൊണ്ട് മാത്രം എടുക്കാൻ പറ്റില്ല, ഹെൽത്ത് എലിജിബിലിറ്റിയും വേണം, വെൽത്ത് എലിജിബിലിറ്റിയും വേണം. സാറിന്റെ കയ്യിൽ വെൽത്ത് എലിജിബിലിറ്റി എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഹെൽത്ത് എത്ര കാലം കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വുഡ് ബി എലിജിബിൾ ഫോർ ഓൾ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ. ഹു ക്യാൻ ബൈ ഇൻഷുറൻസ് ഫോർ ലോങ്സ്റ്റ് ടേം, അല്ലെ? ലോങ് ടേമിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ ആളുകൾ നല്ല ലീഡാണ്. അതായത് ഇപ്പൊ ഒരു 30 വയസ്സായ ഒരാളെ കണ്ടു, 55 വയസ്സിൽ പെൻഷൻ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് 25 വർഷത്തെ ഉമം കൊടുക്കാം. 0 ഏജിലുള്ള ഒരു കുട്ടിയെ കണ്ടു, എഡ്യൂക്കേഷൻ പോളിസി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 20 ഇയേഴ്സ് ഒക്കെ കൊടുക്കാം. പക്ഷെ ഇപ്പൊ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി കാണുന്ന ആളുകളൊക്കെ 50 വയസ്സിന് മേലെയാണെങ്കിൽ എന്ത് സംഭവിക്കും? പല എലിജിബിലിറ്റിയിലും അവർ പാസ്സാവില്ല, ഹെൽത്ത് എലിജിബിലിറ്റിയിൽ പ്രത്യേകിച്ച്. ഇനി ചിലപ്പോൾ വെൽത്തിൽ IT ഉണ്ടാവില്ല. പക്ഷെ ഹു ക്യാൻ ബൈ ഇൻഷുറൻസ് ഫോർ ലോങ്സ്റ്റ് ടേം? നമ്മുടെ കൺമുന്നിൽ തെളിയണം. ഒരു 10-20 വർഷമെങ്കിലും അടയ്ക്കാൻ പോളിസി പറ്റുന്ന ആളുകളെയൊക്കെ നമ്മൾ പോയി ചെന്ന് കണ്ട് അവരെ ഇൻഷുറൻസിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഹൂം ദ പ്രീമിയം ഒബ്ലിഗേഷൻ വുഡ് ബി ദ ലീസ്റ്റ്, അല്ലെ? പ്രീമിയം ഒബ്ലിഗേഷൻ, അതായത് ഇപ്പൊ നമ്മുടെ വരുന്ന LICയുടെ കുറച്ച് പ്ലാനുകളൊക്കെ ഷോർട്ട് ടേം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള കുറച്ച് ആളുകൾ. ദെൻ ഹു വിൽ ബി അടുത്ത 20 വർഷത്തിനകത്ത് ഒരു 10 തവണയെങ്കിലും നമുക്ക് പോളിസി തരാൻ പറ്റുന്ന ആളുകൾ. അവരുടെ പേരിൽ തന്നെ എടുക്കുക എന്നുള്ളതല്ല, അവരുടെ മക്കളോ. ഹു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ബൈ മിനിമം 10 പോളിസീസ് ഫ്രം us ഇൻ ദ നെക്സ്റ്റ് 20 years. ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റു ചിലപ്പോൾ നമ്മുടെ പുതിയ യൂലിപ്പ് ആയിക്കോട്ടെ. അങ്ങനെ അടുത്ത 20 വർഷത്തിൽ ഒരു 10 തവണയെങ്കിലും നമുക്ക് ബിസിനസ് കിട്ടണം. മൈനിങ് എന്ന് പറയില്ലേ, മൈനിങ് കേട്ടില്ലേ? മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മളിപ്പോ നോക്കൂ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് നോക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ആ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ന്യൂസ് കാണിക്കും. അപ്പൊ നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ആ ന്യൂസിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഗതി കാണിക്കും. നമ്മളിപ്പോ ഈ മൊബൈലിലൊക്കെ നമ്മൾ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ, ഇന്റർനെറ്റ് ഒക്കെ അങ്ങനെയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുക ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. എന്റെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ലോകത്തിലെ സകല ട്രെയിനേഴ്സിന്റെ ഈ പ്രോഗ്രാം വന്ന് കിടക്കും. അപ്പൊ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 പോളിസിയെങ്കിലും നെക്സ്റ്റ് 20 ഇയേഴ്സിനകത്ത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പും ഫാമിലി ബന്ധങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊരു വെരി ഗുഡ് ലീഡ് ആയിരിക്കും. അപ്പൊ ലീഡ് ജനറേഷൻ ഈസ് എ വെരി വാസ്റ്റ് സബ്ജക്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, 5 ക്വാളിറ്റീസ് ഓഫ് എ ലീഡ്. ഒരു ആക്ച്വൽ ഇൻഷുറൻസിന്റെ ലീഡ് എടുക്കുമ്പോഴുള്ള ക്വാളിറ്റീസ് ഒരാളുടെ എന്തൊക്കെയാ വേണ്ടത്? ഹീസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 25 ബിറ്റ്വീൻ 45. 25-നും 45-നും വയസ്സിന് ഇടയിലുള്ള ആളുകളാണെങ്കിൽ ബെറ്റർ. മാരീഡ് ആയിരിക്കണം. ഇനിയിപ്പോ 25-നും 45 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്, പക്ഷെ നമ്മൾ പോയി കണ്ടപ്പോൾ അയാൾ പറയണത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ LIC ഏജൻസി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയോ? കുട്ടിയെ, പാലക്കാട് ഭാഷയിൽ ഇങ്ങനെ പറയും, കുട്ടിയെ അതെ പിന്നെ കല്യാണം ഒന്നും എന്റെ മകനായിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ നിറയെ സ്ഥലത്തൊക്കെ പോണതല്ലേ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടീനെയൊക്കെ റെഡിയാക്കി തരികയാണെങ്കിൽ അവൻ നല്ലൊരു പോളിസി എടുക്കും. ഇങ്ങനെ ഒരു 3-4 സ്ഥലത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും LIC ഏജൻസി വിട്ടിട്ട് മാട്രിമോണിയൽ നടത്തിയാലോ എന്ന്. ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എനിക്കൊന്ന് വെള്ളം കുടിക്കുന്ന സമയമായി. എന്റെ അടുത്തൊക്കെ അങ്ങനെ നിറയെ ആൾക്കാർ പറയാറുണ്ട്, ധാരാളം വീടുകളിലൊക്കെ നീ ഇങ്ങനെ പോണതല്ലേ, അപ്പൊ എവിടെയെങ്കിലും ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടോ? കുറച്ചുപേര് നോ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ചുപേര് എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ചോദിക്കും. അപ്പൊ നമ്മള് ക്വാളിറ്റി ഓഫ് ദ ലീഡ് എന്താ? ക്വാളിറ്റി ഓഫ് ദ ലീഡ് എന്ന് പറയുന്നത് 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആളുകളായിരിക്കണം, മാരീഡ് ആയിരിക്കണം, പാരന്റ് ആയിരിക്കണം. ബാക്കിയുള്ള ഒരു ഇൻഷുറൻസ് എടുക്കില്ല എന്നുള്ളതല്ല, ക്വാളിറ്റി ഓഫ് ദ നീഡ്സ്. ഞാൻ പറഞ്ഞ ലീഡിന്റെ ക്വാളിറ്റി 25-നും 45-നും ഇടയ്ക്ക് ഹെൽത്തും ഉണ്ടാവും, വെൽത്തും ഉണ്ടാവും ഒരു പരിധി വരെ. കല്യാണം കഴിഞ്ഞ സമയത്ത് റിസ്ക് ഫാക്ടർ ഒക്കെ കുറച്ച് കൂടി ഉണ്ടാവും, നമുക്ക് കുറച്ചും കൂടെ ഇൻഷുറൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമായിരിക്കും. പാരന്റ് ആണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ പോളിസി പിച്ച് ചെയ്യാം. ഇനി ഈ 3 കാര്യങ്ങളുണ്ട്, 5ന്റെ പൈസ വരുമാനം ഇല്ലെങ്കിൽ ആ ലീഡ് എന്ന് പറയുന്നത് ക്വാളിറ്റി ലീഡ് അല്ല. ഏർണിംഗ് മെമ്പർ ആയിരിക്കണം. ദെൻ വിൽ റെസ്പോണ്ട് ടു യുവർ കോൾ ഫോർ അപ്പോയിന്റ്മെന്റ് പോസിറ്റീവ്ലി. നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ഇനി 4 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പിടിയേ തരാനില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് സംഭവിച്ചു? ആ ലീഡ് ഒരു ക്വാളിറ്റി ലീഡ് അല്ല. അപ്പൊ പ്രോസ്പെക്ടിങ്ങും ലീഡ് ജനറേഷൻ തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ലീഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോളിസി വിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോളിസികൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? സാധ്യത കൂടുതൽ. നിങ്ങൾ എന്ത് പറയുന്നു? ഇസ് ഇറ്റ് റൈറ്റ്? നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ റിജക്ട് ചെയ്യുന്നുണ്ടോ? പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടവരെയൊക്കെ പ്രോസ്പെക്ട് ചെയ്യും. അവിടെ ഏജ് ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഇൻകം ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഈ സംഗതികളൊന്നും നോക്കില്ല. നേരെ മറിച്ച് ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസ്പെക്ടിങ് നടത്തുന്നതെങ്കിൽ ആ ബിസിനസ് ക്ലോസ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ സ്ക്രീൻ പോയല്ലോ. ഓക്കെ, അപ്പൊ ഹലോ, കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ പോയല്ലോ. ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. സ്ക്രീൻ പോയി, സോറി. ഇപ്പൊ സ്ക്രീൻ വന്നോ? വന്നല്ലോ അല്ലെ? എന്തോ ഒരു ടെക്നിക്കൽ എറർ, ഞാൻ എവിടെയോ ഒന്ന് അടിച്ചപ്പോ സ്ക്രീൻ പോയി. അപ്പൊ അൺസർട്ടൻ ടൈംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടൈം മന്ത്ര, ലീഡ് ജനറേഷൻ, ദെൻ മീറ്റിംഗ്, ഇതൊക്കെ നമ്മൾ നോക്കുക. ദെൻ സ്ക്രീനിന്റെ ക്വാളിറ്റി. പീപ്പിൾ ഹാവ് 2 ഇവന്റ്സ് ഇൻ ലൈഫ്, അല്ലേ? നമ്മൾ അങ്ങനെ ലീഡ് ഒക്കെ ജനറേറ്റ് ചെയ്തു. നമ്മള് 2 കാര്യങ്ങൾക്കാണ് ഒരു ഇൻഷുറൻസ് ഏജൻസി ഒരു കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുക. പീപ്പിൾ ഹാവ് 2 ഇവന്റ്സ് ഇൻ ലൈഫ്. വി നീഡ് പ്ലാനിങ് ഫോർ ബോത്ത് ഷുവർ ഇവന്റ്സ് ആൻഡ് സർപ്രൈസ് ഇവന്റ്സ്, അല്ലെ? ഒരു ഇൻഷുറൻസ് ഏജന്റ് ഒരു കസ്റ്റമറെ ചെന്ന് കാണുന്നത് ഇവരുടെ ഈ 2 കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷുവർ ഇവന്റ്സ് ആൻഡ് സർപ്രൈസ് ഇവന്റ്സ്. ഒരാളുടെ ലൈഫിൽ ഈ 2 ഇവന്റ് വരും. ഷുവർ ഇവന്റ്സ്, സർപ്രൈസ് ഇവന്റ്സ്, അല്ലെ? കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. ഒരുപക്ഷെ നിങ്ങൾ ഷുവർ ഇവന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കാരണം നമ്മൾ പോകുമ്പോ നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷൻ സംസാരിക്കുമ്പോൾ കസ്റ്റമർ ചോദിക്കും, സാർ പറഞ്ഞതൊക്കെ കാര്യം തന്നെ, പക്ഷെ ഞങ്ങൾ എന്തിനു വേണ്ടി
കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലൈഫ് ഇൻഷുറൻസിലൂടെ പ്ലാൻ ചെയ്യണം അല്ലെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് വരാണ്ട്. KSF ചേർന്നാൽ പോരെ, ബാങ്കിൽ RD ചേർന്നാൽ പോരെ എന്നൊക്കെ, പോസ്റ്റ് ഓഫീസ് RD, സുകന്യ സമൃദ്ധി ഒക്കെ പറയും. അപ്പോ ഷുവർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഉറപ്പായും വരുമെന്ന് കരുതുന്ന സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ നമ്മൾ പ്രൊട്ടക്ഷനോടുകൂടി പ്ലാൻ ചെയ്തോണം. ഉദാഹരണത്തിന് ഇപ്പൊ ചൈൽഡ് എഡ്യൂക്കേഷൻ, പാരന്റ് ഉണ്ടെങ്കിലും വരും ഇല്ലെങ്കിലും വരും, പൈസ എടുത്തു വെച്ചാലും വരും ഇല്ലെങ്കിലും വരും. അപ്പൊ ഷുവർ ഇവന്റ്സിനെ നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മാപ്പ് ഓഫ് ലൈഫിൽ ചില ഇവന്റ്സ് അവർ മീറ്റ് ചെയ്യേണ്ടി വരും, ഷുവർ ഇവന്റ്സ്. അതുപോലെ തന്നെ സർപ്രൈസ് ഇവന്റ്സ്. ഇനി നമുക്ക് നോക്കാം ആ ഇവന്റ്സ് എന്തൊക്കെയാണ്. ഷുവർ ഇവന്റ്സ്: ചൈൽഡ് എഡ്യൂക്കേഷൻ, പാരന്റ് പൈസ എടുത്തു വെച്ചാലും വരും ഇല്ലെങ്കിലും വരും, അച്ഛൻ ഉണ്ടെങ്കിലും വരും ഇല്ലെങ്കിലും വരും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ചിൽഡ്രൻസ് ഹയർ എഡ്യൂക്കേഷൻ, കുട്ടിക്ക് 18 വയസ്സാവുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വെക്കേണ്ടി വരും. അതുപോലെ ചൈൽഡ് മാരേജ്, ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ പ്രാധാന്യമില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഷുവർ ഇവന്റ് ആണ് ക്യാഷ് ഫ്ലോ ഫോർ ഓൾഡ് ഏജ്. റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്ന് പറയാം ഇതിന്, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. ഇതൊരാളുടെ ജീവിതത്തിൽ വരുന്ന ഷുവർ ഇവന്റ് ആണ്. ഇതിന് ഇപ്പൊ നോക്കൂ, റിട്ടയർമെന്റ് ആവാൻ 60 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ആവും, കാശ് എടുത്തു വെച്ചാലും ഇല്ലെങ്കിലും റിട്ടയർമെന്റ് വരും. അപ്പൊ ഇതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഈ ഷുവർ ഇവന്റ്സിന് അവര് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ജംഗ്ഷൻസിൽ അന്തമില്ലാതെ എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പോളിസികളുമായിട്ട് പോണത് അല്ലെ? ഇനി സർപ്രൈസ് ഇവന്റ്സ് നോക്കാം. ലോക്ക്ഡൌൺ അല്ലെ, സർപ്രൈസ് ഇവന്റ്സ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല ലോക്ക്ഡൌൺ വന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് ഇല്ലേ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റപ്പോ ചെറിയൊരു തലവേദന, മാറുന്നേ ഇല്ല. ഒരു 3-4 ദിവസം കൊണ്ട് നടന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ പറയണു ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് ക്യാൻസർ. ക്രിട്ടിക്കൽ ഇൽനെസ്. ലെറ്റർ ഒന്നും വരില്ല, മെസ്സേജ് ഒന്നും വരില്ല. ATM നമ്മൾ പൈസ എടുക്കുമ്പോൾ മൊബൈലിലേക്ക് SMS വരില്ലേ, അതുപോലെ ഒന്നും വരില്ല. നമുക്ക് ലെറ്റർ വരില്ല, ഇന്റിമേഷൻ വരില്ല. സർപ്രൈസ് ഇവന്റ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്റിമേഷൻ വരില്ല. പേഴ്സൺസ് പ്രീമേച്വർ ഡെത്ത് അല്ലെ, ഡെത്ത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫാമിലിയിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ഒരാൾ ഒരു ആക്സിഡന്റിൽ ഡെത്തായി. എന്ത് സംഭവിച്ചു? ആ ഫാമിലിയിലെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നിന്നുപോയി. ബിസിനസ് ലോസ്. നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ബിസിനസ് ലോസ് ആയി. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒരു പ്രശ്നം എന്താ? ബിസിനസ് തുടങ്ങിയ സമയം തൊട്ട് എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പേഴ്സണൽ അസറ്റ് ബിസിനസ് അസറ്റ് ആയിട്ട് മാറും. അവർക്ക് പ്രത്യേകിച്ച് പിന്നെ പേഴ്സണൽ ആയിട്ട് ഒരു അസറ്റ് ഉണ്ടാവില്ല. ബിസിനസ് പെട്ടെന്ന് ആ ബിസിനസ് ലോസ് ആയി. നാച്ചുറൽ കലാമിറ്റീസ്. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, വെള്ളപ്പൊക്കം വന്നു, ഒരുപാട് ആളുകൾ. അപ്പൊ LIC ക്ലെയിം ഒക്കെ കൊടുത്തു. ബോണ്ടൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയാലും നമ്മൾ എന്ത് ചെയ്തു? ക്ലെയിം കൊടുത്തു. പക്ഷെ വീട്ടിന്റെ ആധാരമൊക്കെ വെള്ളത്തിൽ പോയവർ ഇപ്പോഴും അത് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഷുവർ ഇവന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. സാറിന്റെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഓരോ വർഷത്തിലും, സാറിന്റെ കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായി, സാറിന് 32 വയസ്സായി, സാറിന് 48 വയസ്സാവുന്ന സമയത്ത് സാറിന്റെ മോള് ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ നമുക്കൊരു ഫണ്ട് കണ്ടെത്താൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജ് വരുന്ന സമയത്ത് ഒരു 50 ലക്ഷം റെഡിയാക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. സാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇവന്റ് ഒക്കെ സാറിന്റെ ലൈഫിൽ നടക്കും. ഇതിനു വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ക്യാഷ് ഫ്ലോ ഫോർ ഓൾ ഡേ. സാർ റിട്ടയർ ആവുന്ന സമയത്ത് മക്കൾ നോക്കുന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റിട്ടയർമെന്റ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോ സാറിപ്പോ ഒരു മണി ട്രീ പ്ലാൻ ചെയ്യാം അല്ലെ? ജീവൻ ഉമംഗ് ഈസ് എ മണി ട്രീ. 15 വർഷത്തേക്ക് ഒരു മണി ട്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻകം കൊടുക്കും. അവർക്ക് ഇൻകം കിട്ടും, അതിനോടൊപ്പം തന്നെ ഫാമിലിക്ക് പാരലൽ ആയിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ആവും. മണി ട്രീ പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം. സർപ്രൈസ് ഇവന്റ്സ്, ലോക്ക്ഡൌൺ, ക്രിട്ടിക്കൽ ഇൽനെസ്, പേഴ്സൺസ് പ്രീമേച്വർ ഡെത്ത്, ബിസിനസ് ലോസ്, നാച്ചുറൽ കലാമിറ്റീസ്. നിർഭാഗ്യവശാൽ സാറിന് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ പറയേണ്ടത്. സാറ് ഷുവർ ഇവന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കട്ടെ, സർപ്രൈസ് ഇവന്റ്സിനെ നമ്മൾ സഹായിക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓടി ചെന്നിട്ട് ജീവൻ ലാബ് വേണോ, ജീവൻ ഉമംഗ് വേണോ എന്ന് പറഞ്ഞാൽ ഇത് ഇവര് കേട്ട് മടുത്തതായിരിക്കും. അപ്പൊ അവരുടെ മൈൻഡിൽ, കസ്റ്റമറുടെ മൈൻഡിൽ ഒരു ചിന്ത എന്താണെന്നറിയോ? 10-12 ഏജന്റ് വന്നിട്ട് ജീവൻ ഉമംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ബൈജുവിന് എന്താ പറയാനുള്ളത് അതും കൂടെ അങ്ങ് പറഞ്ഞു. ദിസ് ഇസ് ദ മൈൻഡ് സെറ്റ് ഓഫ് എ കസ്റ്റമർ. അവിടെ എന്തെങ്കിലും നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയാൻ പറ്റും. നോക്കൂ, ചൈൽഡ് സെഗ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന, പാരന്റിനോട് പറയാൻ പറ്റുന്ന 4 ഡയലോഗാണ്. നോക്കൂ സാർ, കിഷോർ സാറെ, സാറിന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആസ് എ പാരന്റ് എന്ന നിലയിൽ, സാറിന്റെ സ്ക്രീനിൽ ആദ്യം പേര് കണ്ടുകൊണ്ട് പറഞ്ഞു തന്നല്ലോ കേട്ടോ, ഫാമിലി ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ഉദാഹരണം പേര് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നോക്കൂ സാറേ, സാറിന്റെ കുട്ടിയുടെ എഡ്യൂക്കേഷനുമായിട്ട് സംബന്ധിച്ച് നമുക്ക് 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സേവ് ദ മണി, ഏൺ ദ ഇൻട്രസ്റ്റ്. ആസ് എ പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് സേവ് ദ മണി, ഏൺ ദ, ഇപ്പൊ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് കസ്റ്റമറോട് പറയാം, സേവ് ദ മണി, ഏൺ ദ ഇൻട്രസ്റ്റ്,
Then profit making parent ആവണോ penalty making parent ആവണോ? Are you interested to become a profit making parent or a penalty making parent? ചൈൽഡ് എഡ്യൂക്കേഷന്റെ സമയത്ത് നിങ്ങൾ അന്ന് ആ സമയത്ത് വയസ്സുകാലത്ത് ലോൺ എടുക്കുക നടക്കണോ, അതോ ഇപ്പോൾ തന്നെ പൈസ കുറച്ച് സേവ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ സേവിങ്സ് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അതിനൊരു പ്രോഫിറ്റ് കിട്ടും. ദിസ് ഇസ് എ വൈഡ് സബ്ജക്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു സംഗതി എന്താണ്? അസ്ട്രോളജർ ഒപ്പീനിയൻ മെത്തേഡ് അല്ലെ. അസ്ട്രോളജർ ഒപ്പീനിയൻ മെത്തേഡ് ഉണ്ട് എഡ്യൂക്കേഷൻ പ്ലാൻ പിച്ച് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി +2 പാസ്സായി, പഠിപ്പിക്കാൻ കാശില്ല. കാരണം നമ്മള് കുട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഫണ്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, തൽക്കാലം 2 വർഷം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം, +2 കഴിഞ്ഞിട്ട് 2 വർഷം കുട്ടി വീട്ടിൽ നിൽക്കട്ടെ. നടക്കുമോ? കാരണം പഠനം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം. ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. നേരെ മറിച്ച് കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല, പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കാശില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാം. എന്ത്? അസ്ട്രോളജർ പറഞ്ഞിട്ടുണ്ട്, അവളെ 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്താലേ ആ ദാമ്പത്യം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 25 വയസ്സ് കഴിഞ്ഞിട്ട് അവളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കും. ആക്ച്വലി കാശില്ലാണ്ടാണ്. പക്ഷെ എഡ്യൂക്കേഷൻ സംഗതിയിൽ ഈ പണിക്കര് പറയുന്ന ഈ വേർഡ് ഉപകാരപ്പെടില്ല. ചൈൽഡ് വാക്സിനേഷൻ മെത്തേഡ്, അതായത് ചൈൽഡ് സെഗ്മെന്റിൽ ചൈൽഡ് വാക്സിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എഡ്യൂക്കേഷൻ പോളിസി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്ട് ആണ് ഇത്, ചൈൽഡ് സെഗ്മെന്റ്. ദെൻ ഓൾഡ് ഏജ് പ്രൊവിഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം. ഇപ്പൊ നമ്മളൊരു കസ്റ്റമറെ കണ്ട വഴിക്ക് നമ്മൾ ഈ ജീവൻ ഉമംഗ് പിച്ച് ചെയ്യുന്നു. പക്ഷെ ആ കസ്റ്റമറെ എങ്ങനെയാണ് ഇൻകം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ കസ്റ്റമേഴ്സിനെ കാണുന്നു, ജീവൻ ഉമംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസി. പക്ഷെ നമ്മൾ കസ്റ്റമറെ കാണുമ്പോഴേക്കും നമ്മൾ ജീവൻ ഉമംഗ് പിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഇൻകം, അവർക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടാവും. നമ്മൾ കാണാൻ പോകുന്ന, ഞാൻ ലീഡ് ജനറേഷനിൽ പറഞ്ഞിരുന്നു, ക്വാളിറ്റി ലീഡ്സിൽ എന്തൊക്കെയാണ് ഇൻ ബിറ്റ്വീൻ 25 and 45, മാരീഡ്, പാരന്റ്, ദെൻ ഏർണിംഗ് മെമ്പർ എന്നുള്ളൊരു സംഗതി പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഏർണിംഗ് മെമ്പർ ആണെങ്കിൽ അയാൾ ഏത് വഴിക്കാണ് വരുമാനം കൊണ്ടുവരുന്നത് നമുക്കറിയണം. ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ മുമ്പിൽ പിച്ച് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ ഇൻകം സോഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം, അയാൾക്ക് ഇൻകം കിട്ടുന്ന ലെവൽ എവിടെയാണെന്ന് നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അവർക്ക് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറുടെ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് നമ്മൾ തന്നെ തീരുമാനിക്കും, സൺമെഷോട് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമർക്ക് അവിടെ യാതൊരു റോളും ഇല്ല. നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ് ഫാൾ ഇൻ ലവ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, അതൊരു കോമ്പറ്റീറ്ററാണ്. ഫാൾ ഇൻ ലവ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോ ഏൺഡ് ഇൻകം അല്ലെ. ഇനിയിപ്പോ നോക്കി, ഇൻകത്തിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ഫ്രം വർക്കിംഗ് എ ജോബ് അല്ലെ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം. 90% ആളുകളും ഈ ആക്റ്റീവ് ഇൻകത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ കിട്ടും, നിർത്തിയാൽ കിട്ടില്ല, ചെയ്യുമ്പോൾ കിട്ടും, നിർത്തിയാൽ കിട്ടില്ല. ദാറ്റ് ഈസ് ആക്റ്റീവ് ഇൻകം. അപ്പൊ അവരെ സംബന്ധിച്ച് പണി നിർത്തി കഴിഞ്ഞാൽ ഇൻകം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. ദാറ്റ് ഈസ് ഏൺഡ് ഇൻകം. ദെൻ പ്രോഫിറ്റ് ഇൻകം, ഇൻകം ഫോർ ബൈ ആൻഡ് സെൽ അല്ലെ. ബിസിനസ്സുകാർ എന്താ ചെയ്യണേ? ഒരു സാധനം ഡീലറുടെ നിന്ന് വാങ്ങുന്നു, വിൽക്കാൻ വേണ്ടി വെക്കുന്നു. അവർ വാങ്ങുന്നത് ഒരു വിലക്കായിരിക്കും, വിൽക്കുന്നത് ഒരു വിലക്കായിരിക്കും. അപ്പൊ അവർക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ എന്താ പറയാ? പ്രോഫിറ്റ് ഇൻകം എന്ന് പറയും. നമ്മൾ കാണാൻ പോകുന്ന ആളുകളിൽ ഏൺഡ് ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും, പ്രോഫിറ്റ് ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം, ഇൻകം ഫ്രം ലെൻഡിങ് മണി. ഇൻട്രസ്റ്റിലെ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടും. ചിലർ ഫിനാൻസ് നടത്തുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ലെൻഡിങ് മണി. പാസീവ് ഇൻകം, കണ്ടിന്യൂസ് ഇൻകം വിത്ത് ലിറ്റിൽ എഫേർട്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടാവും, ലിറ്റിൽ ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ. നമ്മുടെ ജീവൻ ഉമംഗ് പോളിസി അങ്ങനെയാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പൈസ 15 കൊല്ലത്തേക്ക് ഒരു മണി ട്രീ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ഇൻകം കിട്ടും. LIC ഏജൻസി എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്, പക്ഷെ ദാറ്റ് ഈസ് സെമി ആക്റ്റീവ് ഇൻകം. കൃത്യമായിട്ട് നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയാൻ പറ്റില്ല, കാരണം സെമി ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ പോളിസികളെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, പുതിയ പോളിസി ചേർക്കുകയും വേണം. പാസീവ് ഇൻകം, കണ്ടിന്യൂസ് ഇൻകം വിത്ത് റിട്ടയർമെന്റ് പ്ലാനിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ്. ഡിവിഡന്റ് ഇൻകം, ചിലർ സ്റ്റോക്ക് ഒക്കെ, ഇന്നത്തെ ആളുകൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് എന്നൊക്കെ പറയില്ലേ, അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ റെന്റൽ ഇൻകം, ഇൻകം ഫ്രം പ്രോപ്പർട്ടീസ്, വീടുകളൊക്കെ വാടകയ്ക്ക് കെട്ടി, സ്ഥലം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ഒക്കെ കെട്ടി വിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. റെന്റൽ ഇൻകം. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ, വെൻ യുവർ അസറ്റ് ഇൻക്രീസിങ് വാല്യൂ. ചിലരെന്ത് പറയും? എനിക്ക് പറമ്പുണ്ട്, തോട്ടമുണ്ട്, ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ആധാരത്തിൽ വിലയൊക്കെ ഉണ്ടാവും, പക്ഷെ പേപ്പറിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മധുരമൊന്നും ഉണ്ടാവില്ല. അതുപോലെ പ്രോപ്പർട്ടീസ് നിറയെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഇവരോട് നമ്മൾ എങ്ങനെയാണ് റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യുക? റോയൽറ്റി ഇൻകം, ഇൻകം ഫ്രം അതേഴ്സ് യൂസിങ് യുവർ ഐഡിയ. അപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നിറയെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് പൈസ തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ 8 തരത്തിലുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കാണുക. ഈ 8 ടൈപ്പ് ഓഫ് പീപ്പിൾ, ഈ തരത്തിൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കാണുക. ഈ 8 തരത്തിലുള്ള ആളുകൾ നമ്മളുടെ കൺമുന്നിൽ വന്ന് പെടുന്ന സമയത്ത്, നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്ത് പ്രോസ്പെക്ടിങ് നടത്തുന്ന സമയത്ത് ഇവരോട് എങ്ങനെയാണ് ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് പിച്ച് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ.
ഇതാണ് ഇവിടെ ഓൾഡ് ഏജ് പ്രൊവിഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകത്തിൽ ഇതാണ് സംഭവിക്കുക. അപ്പൊ ഈ ടൈപ്പ് ആളുകൾ നമ്മൾ കാണാൻ പോകുന്ന ആളുകളിൽ എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ട ആളുകളായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആളുകളെയാണ് പോയി കാണുക. അപ്പൊ ഇവർക്ക് ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ജീവൻ ഉമൻ പ്രസന്റ് ചെയ്യുമ്പോൾ പിച്ച് ചെയ്യേണ്ട ഡയലോഗ്സ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ്. ദെൻ അടുത്തൊരു സ്ട്രാറ്റജി, ഡാറ്റാബേസ് ഈസ് യുവർ ഗോൾഡ് മൈൻ അല്ലേ. ഇപ്പൊ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംഗതി, നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റാബേസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പലരുടെ കയ്യിലും ചിലപ്പോൾ അത് ഉണ്ടാവില്ല. കാരണം 25-45 വയസ്സിന് ഇടയിലുള്ള ആളുകൾ ആരൊക്കെയാണ്, ഡെത്ത് കവർ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആനുവൽ ഇൻകത്തിന്റെ 10 ഇരട്ടിയെങ്കിലും അവർക്ക് നമ്മൾ കവറേജ് കൊടുത്തിട്ടുണ്ടോ, അതോ നമ്മൾ അവരെ പോയി കണ്ടു. എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് വിഷു ദിവസം പോളിസി ചേർക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. എല്ലാ വിഷുവിനും ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് 14-ാം തീയതി. അപ്പൊ ഞാൻ ഒരാളെ കണ്ടു, പിച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയപ്പോ എക്സിസ്റ്റിംഗ് പോളിസി ചെക്ക് ചെയ്തപ്പോ 1 ലക്ഷത്തിന്റെ ജീവനാനന്ദമാണ് 2016 1 ലക്ഷത്തിന്റെ ജീവനാനന്ദം. അപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറേ നല്ല ഇൻകം ഉണ്ട്, KSF-ൽ 30,000 രൂപ അടയ്ക്കുന്നുണ്ട് മാസം. ജീവനാനന്ദത്തിൽ 1 ലക്ഷത്തിൽ ക്വാർട്ടർലി ഇയർലി പ്രീമിയം 6,000 7,000 എത്ര അടയ്ക്കുന്നുണ്ട്. ദാറ്റ്സ് ഇന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു ആനുവൽ ഇൻകത്തിന്റെ 10 ടൈംസ് എങ്കിലും കവറേജ് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് 20 ലാഖിന്റെ പോളിസി കൊടുത്തു. മറ്റേ പോളിസി കൊടുത്ത് വേറെ ഏത് ഏജന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഡാറ്റ കളക്ട് ചെയ്തു, അയാളുടെ ബിസിനസ് എന്താണ്, എന്തിനാണ് അവർ ഇൻകം കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയപ്പോ അങ്ങനെ ഒരു പോളിസി നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഡെത്ത് കവർ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ, റിട്ടയർമെന്റ് പ്ലാനിങ് കൊടുക്കാത്ത ആളുകളുണ്ടോ, ഒരു 45 വയസ്സിന് ശേഷം 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയൊക്കെ പോയി കാണാം. സാർ അന്ന് ഞങ്ങൾ തന്ന പോളിസിയിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നില്ല, നമ്മൾ ആ പോളിസി മെച്യൂരിറ്റി ആവുന്നതോടുകൂടി സാറിന് കവറേജ് പോവും, പക്ഷെ ഇനി റിട്ടയർമെന്റിനൊക്കെ സമയമായി എന്നുണ്ട്. അതുപോലെ ചൈൽഡ് എഡ്യൂക്കേഷൻ, അസറ്റ് ക്രിയേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മളുടെ കസ്റ്റമേഴ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തോണം. ക്യാൻസർ കവറോ ജീവനാരോഗ്യം, ഇനിയിപ്പോ സ്റ്റാൻഡ് അലോൺ കമ്പനിയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വലിയ വലിയ പോളിസികൾ കസ്റ്റമർക്ക് പിച്ച് ചെയ്യരുത്. കാരണം ഒരു എമർജൻസി, ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അവർ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മളുടെ പോളിസി ആയിരിക്കും. 5 ലക്ഷം പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന ആളുകൾക്ക് 20,000 പ്രീമിയം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ചിലർ പറയുന്നത് അയ്യോ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്ത ഭയങ്കര തലവേദന സാറേ, കാര്യം ഈ ക്ലെയിം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കണം. സത്യം പറയാലോ, അങ്ങനെ നമ്മളുടെ ലക്ഷ്യം എന്താ, ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയെ പ്രൊട്ടക്ട് ചെയ്യുക. ഷുഗർ ഇവന്റ്സിന് വേണ്ടിയും സർപ്രൈസ് ഇവന്റ്സിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, നിലവിലുള്ള അസറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യും, ഫ്യൂച്ചറിൽ അവരുണ്ടാക്കാൻ പോകുന്ന അസറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യും. നോക്കൂ, നിലവിലുള്ള അസറ്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവരെന്തിനെങ്കിലും ഷുഗർ ഇവന്റ്സിന് വേണ്ടി മാറ്റിവെച്ച പൈസ എടുത്ത് ചെലവാക്കേണ്ടി വരും. കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, ഹയർ എഡ്യൂക്കേഷന്, റിട്ടയർമെന്റ് പ്ലാനിങ്ങിനൊക്കെ വെച്ചെടുത്ത പൈസ എടുത്ത് വെച്ചിട്ട് എന്തിനു ചെയ്യേണ്ടി വരും, മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി. അപ്പൊ ഷുഗർ ഇവന്റ്സിന് വെച്ച പൈസ സർപ്രൈസ് ഇവന്റ്സ് കൊണ്ടുപോകും. നേരെ മറിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ 5 ലക്ഷം പ്രീമിയം അടയ്ക്കാൻ കഴിവുള്ള ഒരാൾക്ക് 20,000 രൂപ പ്രീമിയം. ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും യു ആൻഡ് യുവർ ഡിപ്പെൻഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ചേർത്ത് വെച്ചായിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആവുള്ളൂ. അല്ലാതെ LIC-യിൽ ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ക്ലെയിം ഒന്നും വന്നിട്ടില്ലെങ്കിൽ മെച്യൂരിറ്റി ആവും അല്ലെ. മെച്യൂരിറ്റി ആവുമ്പോൾ കസ്റ്റമർക്ക് സന്തോഷം, ക്ലെയിം വരുമ്പോൾ കസ്റ്റമർ ഉണ്ടാവില്ല, കുടുംബക്കാർക്ക് സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചു പോകും. പക്ഷേ നമ്മൾ ഷുഗർ ഇവന്റ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ സർപ്രൈസ് ഇവന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കൊടുത്തോണം. ക്രിട്ടിക്കൽ ഇൽനെസ്, പേഴ്സണൽ ആക്സിഡന്റ് പോളിസീസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കസ്റ്റമർക്ക് വിൽക്കണം. അല്ലാതെ എനിക്ക് സർവീസിൽ ഇനി സർവീസ് ചെയ്യാൻ വൈകിയെങ്കിൽ ഒരു സ്റ്റാഫിന് വെക്കുക. അപ്പൊ നോക്കൂ, ഞാൻ ലീവ് എടുത്തിറങ്ങിയപ്പോൾ എനിക്ക് 2 ഓഫീസും 5 സ്റ്റാഫും ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിന് ഒരാളാണ്, വെഹിക്കിൾ ഇൻഷുറൻസിന് ഒരാളാണ്. ഐ എം എ കോമ്പോസിറ്റ് അഡ്വൈസർ. അപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനിയുള്ള കാലത്ത് ക്യാൻസർ കവർ, വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസി. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാം. ക്യാൻസർ കവർ സ്വന്തമായിട്ട് എടുക്കാത്ത ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോളിസി എടുക്കുക ദയവ് ചെയ്തിട്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 10 മരണങ്ങൾ സംഭവിക്കുമ്പോൾ 4 എണ്ണത്തിന്റെ റീസൺ ക്യാൻസർ ആണ്. കൊറോണ ആയതുകൊണ്ട് അറിയില്ല എന്നുള്ളൂ, ഇപ്പൊ ആ ന്യൂസ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ കൊറോണ വന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്. LIC-യുടെ ക്യാൻസർ കവറിന് ഇന്ന് വെല്ലാൻ ലോകത്ത് ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. സ്വന്തമായിട്ട് ക്യാൻസർ കവർ പോളിസി ഇല്ലാത്ത ആളുകൾ എടുക്കുക.
കസ്റ്റമേഴ്സിനും കൊടുക്കുക. എന്നിട്ട് ബോണ്ട് കൊണ്ടു കൊടുക്കാൻ നേരത്ത് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞൊരു ട്രോഫി ഒക്കെ കൊണ്ടു കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫീസറെ, മാനേജറെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് സ്ട്രാറ്റജി. അവരുടെ ഷോ കേസിൽ ആ ട്രോഫി ഇരിക്കുമ്പോൾ വരുമ്പോൾ ആളുകൾ ചോദിക്കും ഇത് എന്താണ് സംഗതി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നിറയെ പോളിസികൾ വിൽക്കാൻ പറ്റും. ദാറ്റ് ഇസ് ആൻ അനദർ സ്ട്രാറ്റജി ഫോർ സെല്ലിംഗ് ഇൻഷുറൻസ് ഇൻ എ പാൻഡമിക് സിറ്റുവേഷൻ. അപ്പൊ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒരു ഗോൾഡ് മൈൻ ആണ്. റിട്ടയർമെന്റ് പ്ലാനിങ്, ചൈൽഡ് എഡ്യൂക്കേഷൻ, അസറ്റ് ക്രിയേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾ വിട്ടുപോയത്. ഇതിന് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിനകത്ത്. എന്താണ് ഒരു കസ്റ്റമർ, നമ്മളൊരു വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു പോളിസി പൊക്കി കാണിക്കണം, ഞങ്ങൾക്ക് 4 എണ്ണം ഉണ്ട്, ഇനി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ 4 പോളിസി ഉണ്ടല്ലേ, അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞ് നമുക്ക് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ യു ഗോ ടു മൈ യൂട്യൂബ് ചാനൽ. അവിടെ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 1 or 2 തവണ റിപ്പീറ്റ് ചെയ്ത് ബൈജൂസ് അക്കാദമി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഫൈനലി എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഹാബിറ്റ്സ് ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യൻസിനും യെസ് എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോണം, നമ്മുടെ ഡെയിലി പ്രോസ്പെക്ടിങ്, നമ്മുടെ സ്ട്രാറ്റജിയും നമ്മളുടെ ഹാബിറ്റ്സും ഒന്ന് ചെക്ക് ചെയ്തോണം. ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഉണ്ടാവേണ്ട ഹാബിറ്റ് ആണ് ഇവിടെ, ഹാബിറ്റ് ഓഫ് ഡെയിലി പ്രോസ്പെക്ടിങ്. ഡെയിലി ബേസിസിൽ പ്രോസ്പെക്ടിങ് നടത്തിക്കണം. നമ്മളിപ്പോ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കും, ഇവിടെ പാർട്ട് ടൈം ഏജന്റ്സ് നിറയെ പേരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ ഫാൻസി സ്റ്റോറൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും കട തുറന്നു വെക്കാറില്ലേ? ആഴ്ചയിൽ 2 ദിവസം തുറന്നു വെച്ചിട്ട് പിന്നെ 4 ദിവസം അടയ്ക്കും ഇല്ലേ? അമ്പലത്തിലെ പൂജാരി, തൊട്ട അടുത്ത ക്ഷേത്രത്തിലെ പൂജാരി എല്ലാ ദിവസവും ഇല്ലേ, കൊറോണ ഉണ്ടെങ്കിലൊക്കെ നാളെ തുറക്കുന്നുണ്ട് ഇല്ലേ? അതേപോലെ ഹാബിറ്റ് ഓഫ് ഡെയിലി പ്രോസ്പെക്ടിങ്. അത് പാൻഡമിക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചാലഞ്ചിങ് പീരീഡ് ആയിക്കോട്ടെ, നമുക്ക് ഉണ്ടാവേണ്ട കാര്യം ഡെയിലി പ്രോസ്പെക്ടിങ് നടത്തുക. അത് ഫോണിലൂടെ ആയിക്കോട്ടെ, എന്താ പറയാ, ഏതൊക്കെ രീതിയിലാണോ ഇൻഷുറൻസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ കൊടുക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ നിറയെ വഴികളുണ്ട്. അതിന് നിറയെ വഴികളുണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിച്ചിട്ട് പ്രോസ്പെക്ടിങ് നടത്താന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഹാബിറ്റ് ഓഫ് പ്ലാൻ യുവർ ഡെയിലി ആക്ടിവിറ്റി. നമ്മൾ ഡെയിലി ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു യെല്ലോ ഡേയ്സ്, ഗ്രീൻ ഡേയ്സ് ആൻഡ് റെഡ് ഡേയ്സ്. ഹാബിറ്റ് ഓഫ് പ്ലാൻ യുവർ ഡെയിലി ആക്ടിവിറ്റി. എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൽ? നോക്കൂ, ഏതൊരു ബിസിനസ്സുകാരനും സക്സസ്ഫുൾ ആയ ആളുകൾക്കും പരാജയപ്പെട്ട ആളുകൾക്കും ഡെയിലി ആക്ടിവിറ്റി ഉണ്ടാവും അല്ലെ? ജിമ്മിൽ പോകുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? രാവിലെ 5 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോകണ്ടാവും. ഒരു ആക്ടിവിറ്റിയാണ്. കാരണം പരാജയപ്പെട്ടവനും വിജയിച്ചവനും ആക്ടിവിറ്റീസ് ഉണ്ടാവും. അവർ ബിസിനസ് ഈസ് റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ് ഓറിയന്റഡ് അല്ലെ? ആക്ടിവിറ്റി നിറയെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷ മീറ്റർ പോലെ നമ്മുടെ വർക്ക് അല്ലെ? ആക്ടിവിറ്റി വന്ന് നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ എന്താ സംഭവിക്കുക? മിനിമം ചാർജിൽ നോയ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മൾ വണ്ടിയിൽ കയറിയ ഉടനെ ഡ്രൈവർ ഓട്ടോറിക്ഷ മീറ്റർ ഒന്ന് തിരിക്കും. 1.5 കിലോമീറ്ററിന് യാതൊരു സൗണ്ടും ഉണ്ടാവില്ല. അപ്പൊ ഡ്രൈവറുടെ മുഖത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാവില്ല. ആ മിനിമം ലെവൽ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ മീറ്റർ മേക്കിംഗ് നോയ്സ്, സൗണ്ട് വരാൻ തുടങ്ങും. കട്ട 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 ഒന്ന് സൗണ്ട് വരും അല്ലെ? സൗണ്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയോ? ഓരോ തവണ സൗണ്ട് വരുമ്പോഴും പൈസ ചാർജ് കൂടി വരികയാണ്. ഇൻഷുറൻസ് ബിസിനസ്സിൽ ആക്ടിവിറ്റീസും അങ്ങനെയാണ്. നിറയെ ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എപ്പോഴാണ് റിസൾട്ട് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണ്ടെങ്ങോ ഒരു വിസിറ്റിംഗ് കാർഡ് ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് എനിക്ക് പോളിസി എടുക്കണം എന്ന് പറഞ്ഞ എത്ര അവസരങ്ങൾ ഉണ്ടാവാറില്ലേ? പക്ഷെ ആക്ടിവിറ്റി ചെയ്യണം. അവർ ബിസിനസ് ഈസ് 100% ആക്ടിവിറ്റി ഓറിയന്റഡ്. നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. ഹാബിറ്റ് ഓഫ് സ്റ്റാർട്ടിങ് യുവർ വർക്ക് ഓൺ ടൈം. ഒരു കൃത്യസമയത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8 മണി തൊട്ട് 11 മണി വരെ ന്യൂ ബിസിനസ്സിന് മാത്രമേ പോകുള്ളൂ എന്ന് കാസർഗോഡ് ബ്രാഞ്ചിൽ സുകന്യ മാഡം എപ്പോഴും പറയാറുണ്ട്. ഷീസ് എ ഗാലക്സി ക്ലബ് മെമ്പർ. ലാസ്റ്റ് 20 to 30 years MDRT ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ എന്താ ചെയ്യുക? രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ NB ബിസിനസ് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? 8 മണിക്ക് ഒരാൾ വിളിച്ചു, 356 രൂപ ക്വാർട്ടർലി പ്രീമിയം തരാൻ പറഞ്ഞാൽ അത് വാങ്ങാം. അത് വൈകുന്നേരത്ത് പോയാലും കിട്ടും. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈം ബൗണ്ട് ഒന്നുമില്ല. എന്തൊക്കെ പണി ഏതൊക്കെ സമയത്ത് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യസമയത്ത് പണികളൊക്കെ ചെയ്യുക. ഹാബിറ്റ് ഓഫ് മാനേജിങ് യുവർ ടൈം. ടൈം മാനേജ്മെന്റ് ഒക്കെ നടത്തുക. കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ലോഗ്. വൈകുന്നേരത്ത് വീട്ടിൽ പോകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എന്തൊക്കെ പണിയെടുത്തു, എന്തൊക്കെ റിസൾട്ട് കിട്ടി, ലോഗ് അറിയാറില്ലേ? നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? റിസീവ്ഡ് കോൾസ്, മിസ്ഡ് കോൾസ് അല്ലെ? നമ്മുടെ ഫോണിൽ ലോഗ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ? നമ്മൾ ആരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നൊക്കെ അതിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് പുതിയ ബിസിനസിന് വേണ്ടി എത്ര ആൾ കണ്ടു, സർവീസ് എത്ര പേർക്ക് ഓഫർ ചെയ്തു, അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് എത്രയായിരുന്നു, ഈ മാസത്തിൽ നമ്മുടെ ക്ലബ് മെമ്പർഷിപ്പ് ഒരു ടാർഗറ്റ് വെച്ചപ്പോ നമുക്കൊരു 10-100 പോളിസികളൊക്കെ ചെയ്യണം. ഇപ്പൊ ഗാലക്സി ക്ലബ് മെമ്പർഷിപ്പ് 50 ലക്ഷം പ്രീമിയം ചെയ്യണം ഒരു വർഷത്തില്.
അപ്പൊ ഈ മാസം 5 ലക്ഷം 6 ലക്ഷം പ്രീമിയം ആണ്, അതിൽ എത്ര കംപ്ലീറ്റ് ആയി, എത്ര കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി എത്ര ആളെ കണ്ടാൽ എത്ര കിട്ടും. ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ലോഗ്, ഹാബിറ്റ് ഓഫ് ഇംപ്രൂവിങ് എവറി ഡേ. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കുറച്ച് പെൻഷൻ പ്ലാൻ വെക്കുന്നതിൽ ഞാൻ കുറച്ച് ബാക്കിലാണ്. ഞാൻ ഉമ്മൻ പറഞ്ഞ പോളിസി കൊടുത്തിട്ടില്ല. കൊടുക്കാൻ നേരത്തെ കസ്റ്റമർ ചോദിക്കണം, അടവ് കഴിഞ്ഞ ഉടനെ മാനിയ പൈസ കിട്ടണ്ടേ? ഇത് ഉമങ്ങിൽ അത് കിട്ടില്ലല്ലോ. അത് ശരിയല്ലോ, അടച്ചു കഴിഞ്ഞ ഉടനെ. കാരണം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഹാബിറ്റ് ആണ്, ദേ ആർ സ്റ്റോപ്പിംഗ് ഇൻവെസ്റ്റ്മെന്റ്, ഉടനെ പൈസ കിട്ടണം. ഇൻഷുറൻസ് പോളിസിയിൽ അങ്ങനെയാണ്. നമ്മളാണെങ്കിൽ ഉമങ്ങിൽ എന്താ കൊടുക്കണം? 1 കോടിയുടെ 8% വെച്ചിട്ട്. അപ്പോഴാണ് എന്നാ പിന്നെ ഉമങ്ങ് കൊടുക്കേണ്ട, അടവ് കഴിഞ്ഞ ഉടനെ പൈസ കിട്ടുന്നത്. പിന്നെ വേറെ ഏതാ പോളിസിയിൽ? ജീവൻ ലാബ് ഉണ്ട്. എത്ര വർഷം അടയ്ക്കണം? 10 വർഷം അടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് 16ാമത്തെ കൊല്ലം കാശ് കിട്ടുള്ളൂ. അതെ, അപ്പൊ 6 കൊല്ലത്തിന്റെ ഞങ്ങളുടെ കാശ് ആരാ എടുത്തു വെച്ചിരിക്കുന്നത്? അപ്പൊ അതും കൊടുക്കാൻ പറ്റില്ല. അവസാനം വന്നിട്ട് എന്തായെന്നറിയോ? നമ്മുടെ പഴയ സാധനം ഉണ്ടല്ലോ 14. ഞാൻ എന്ത് കാര്യത്തിന് ചോദിച്ചാലും 14 കൊടുക്കുള്ളൂ. കല്യാണത്തിന് ചോദിച്ചാലും ശരി, വിദ്യാഭ്യാസത്തിന് ചോദിച്ചാലും കൂടി, പെൻഷന് ചോദിച്ചാലും ശരി, അങ്ങനെ 14 കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ LIC ചതിച്ചു, 14ന്റെ മുമ്പിൽ 8 ചേർത്തി, 814 ആക്കി. അപ്പൊ ഒരു അക്കം കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും LIC എന്ത് ചെയ്തു? 8 മാറ്റിയിട്ട് 9 ആക്കി. പക്ഷെ നമ്മൾ 14 വിട്ടില്ല. 37 പ്രോഡക്റ്റ് ഉണ്ട് LICക്ക്. പക്ഷെ ഏതാണ് കസ്റ്റമർക്ക് മാച്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഹാബിറ്റ് ഓഫ് ഇംപ്രൂവിങ് എവറി ഡേ. നീഡ് ബേസ്ഡ് പോളിസി വെക്കാനും. സാറ് 25 കൊല്ലത്തെ പോളിസി 16 കൊല്ലം അടച്ചാൽ മതി. 9 കൊല്ലം പ്രീമിയം ഹോളിഡേ ആണ്. നിങ്ങൾ അടയ്ക്കണ്ട. 500 രൂപ വെച്ച് 16 വർഷം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ 28 ലക്ഷം രൂപ അടയ്ക്കുക. ഞങ്ങൾ 1 കോടി മെച്ചൂരിറ്റി തരാം. 9 കൊല്ലം പ്രീമിയം ഹോളിഡേ ആണ്. സബ്സിഡി പ്ലാൻ ആണ്. 9 കൊല്ലം അടയ്ക്കാം. ആക്ച്വലി 25 കൊല്ലം അടയ്ക്കണം. പക്ഷെ 16 കൊല്ലം അടച്ചാൽ മതി. 9 കൊല്ലം സബ്സിഡിയാണ്. കസ്റ്റമർ വല്ലതും ചോദിക്കൂ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയുന്നത്? അത് 16 കൊല്ലം അടയ്ക്കണം, പക്ഷെ പിന്നെ 9 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാശ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായി സംഭവം? അപ്പൊ 9 കൊല്ലം നിങ്ങൾ അങ്ങനെയൊക്കെ വരും. അപ്പൊ ഹാബിറ്റ് ഓഫ് ഇംപ്രൂവിങ് എവറി ഡേ. ഹാബിറ്റ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ അറിയണം കസ്റ്റമറോട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആവണം, പെനാൽറ്റി മേക്കിംഗ് പാരന്റ് ആവണം. അവിടെ പോയിട്ട് ജീവൻ ലക്ഷ്യം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട പറയും. നേരെ വെച്ച് പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആവണം, പെനാൽറ്റി മേക്കിംഗ് പാരന്റ് ആവണം എന്ന് ചോദിച്ചാൽ അതിപ്പോ എന്താ സംഭവം? പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ്. അപ്പൊ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയായിട്ട് ചോദിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് യുവർ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്. ഏത് ഏരിയയിലാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത്? എനിക്കൊരു 5 ലക്ഷത്തിൽ താഴെയുള്ള പോളിസി ഒക്കെ ആണെങ്കിൽ ഞാൻ എഴുതി കൊണ്ടുവരും സാറേ. പക്ഷെ ഒരു 10-25 ലക്ഷത്തിന്റെ പോളിസി ഒക്കെ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. ശിരോമണി, എനിക്ക് മരിച്ചാലും ഒരു ശിരോമണി ചെയ്ത ഏജന്റ് ആയിട്ട് മാറിയാൽ മതി. ഇല്ല, അങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പൊ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്. എവിടെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എന്നറിയാം. എല്ലാം തികഞ്ഞു എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ചിലർ പറയാറുണ്ട് എനിക്ക് 25 കൊല്ലമായി, ഞാൻ 27 കൊല്ലമായി. ഞാൻ എന്താ പറയാന്നറിയോ? ദേ ആർ പ്ലേയിങ് വിത്ത് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് വെച്ച് കളിക്കുന്നു. എക്സ്പീരിയൻസ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മളിപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് into 4 into 6 into 3 ഒക്കെ ആവണമെങ്കിൽ എക്സ്പീരിയൻസിന്റെ കൂടെ ഡിയർ ഫ്രണ്ട്സ് അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഇല്ലേ? നമ്മൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് വാട്സപ്പിലേക്ക് നോക്കിയപ്പോഴേ വാട്സപ്പ് പറയണം അപ്ഡേറ്റ് ചെയ്യണം. എന്തിനാ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് അപ്ഡേഷൻ നടന്നിരിക്കുന്നത്? ചെറിയ ഒരു അപ്ലിക്കേഷനിൽ പോലും നിറയെ അപ്ഡേഷൻ കൊണ്ടുവരുന്നു, അല്ലെ? വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസിന്റെ ആപ്പ് ആയിക്കോട്ടെ, അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അത് കൊണ്ടു നടക്കുന്ന നമ്മളോ യാതൊരു അപ്ഡേഷനും ഇല്ല. ഞാൻ 99 LIC ഏജൻസി എടുത്താണ്. ഞാൻ ചെയർമാൻസ് ക്ലബായിട്ട് ഒരു 12 വർഷമായി. ലാസ്റ്റ് 12 ഇയേഴ്സ് ഞാൻ ചെയർമാൻസ് ക്ലബ്ബാണ്. വർഷത്തിൽ എത്ര പോളിസി ചേർക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40. കാരണം ചെയർമാൻസ് ക്ലബിന് 40 പോളിസി മതി. അടുത്ത ലെവലായിട്ടുള്ള MDRTDക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് മോശമല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട, നിങ്ങളിൽ ഒരാളായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മൊത്തത്തിൽ കാണുന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളത്. ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഒരു ഏരിയ. ഏതെങ്കിലും ഏരിയയിൽ ഇംപ്രൂവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാബിറ്റ് ഓഫ് റിവ്യൂവിങ് യുവർ ഡേ. ഈ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ റിവ്യൂ ചെയ്യണം. ഇന്ന് കേട്ടതിൽ എന്തൊക്കെയാണ് ഞാൻ ഇനി ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു റിവ്യൂ നടത്തിക്കണം. One idea can change your life. Like idea can change your life എന്ന് പറയില്ലേ? When you are marketing life insurance product, majority of the time face rejections. Life insurance product വിൽക്കാൻ നേരിടുന്ന സമയത്ത് majority of time we are face rejection. നമ്മൾ ഒരു റിജക്റ്റബിൾ ഏജന്റ് ആയിട്ട് മാറും. എന്തുകൊണ്ട്? അല്ലെ? ഏജൻസ് 3 ടൈപ്പ് ഉണ്ട്. റിജക്റ്റബിൾ ഏജന്റ് ഉണ്ട്, റിസീവബിൾ ഏജന്റ് ഉണ്ട്, അതുപോലെ തന്നെ റെഫറബിൾ ഏജന്റ് ഉണ്ട്. 3 type of agents: rejectable agent, receivable agent, referable agent.
ഇതിൽ ഏത് ഏജന്റ് ആണെന്നത് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. when you marketing life insurance product, majority of the time you face rejections. അല്ലെ, റിജക്ഷൻ വരുന്നു. have you thought why? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് റിജക്ഷൻ വരുന്നത് എന്നുള്ളത്? In my years of experience, I discovered that when you market a product, the customer processes your talk in a certain way. End or experience. 97 ഡിഗ്രി കഴിഞ്ഞ് 5 വർഷം LIC ഏജന്റ് ആയിരുന്നു. ദെൻ ഗവൺമെന്റ് ജോബ് കിട്ടിപ്പോയി. 2009 വീണ്ടും തിരിച്ചു വന്ന ഒരു പാർട്ട് ടൈം ഏജന്റ് ആയി. 2018 ലീവ് എടുത്ത് 3 വർഷം ഫുൾ ടൈം ഏജന്റ് ആയിട്ട് ചെയ്ത് 3 MD ചെയ്തു. ഈ 2021 ജനുവരിയിൽ ആദ്യം ചെയ്ത് ജോലി റിസൈൻ ചെയ്തു. വീണ്ടും നമ്മൾ ഇറങ്ങിയപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്, ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാൻ ശ്രമിക്കും. കാരണം ലോകത്ത് വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് ഇൻഷുറൻസ്. ഒരാളും ചെന്ന് വാങ്ങില്ല. നമ്മുടെ ബിവറേജസിന്റെ ഔട്ട്ലെറ്റിലുള്ള ക്യൂ ഒന്നും LICയുടെ ബ്രാഞ്ച് ഓഫീസിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരാളും ഇൻഷുറൻസ് അങ്ങനെ വാങ്ങില്ല. നമ്മൾ വിൽക്കണം, നമ്മൾ മാർക്കറ്റിൽ വിസിബിൾ ആവണം. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ 2 രീതിയിൽ അവർ ആക്സെപ്റ്റ് ചെയ്യാം. എയ്തർ ദേ റിജക്ട് യുവർ ഐഡിയ ഓർ ആക്സെപ്റ്റ് യുവർ പ്രപ്പോസൽ. അല്ലെ, ഒന്നുകിൽ അവർ ആക്സെപ്റ്റ് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ പ്രപ്പോസൽ റിജക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? ചോദിച്ചു നടന്നോണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ട്രെയിനിങ് സെഷനിലും ഒഴിവാക്കാത്ത ഒരു ഡയലോഗാണ്, ചോദിച്ചാൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത 50%, ചോദിക്കാതിരുന്നാൽ നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു സാധ്യത 100%. നമ്മൾ അറിഞ്ഞുകൊണ്ട് 50% സാധ്യതയെ ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് ലോകത്ത് ഇൻഷുറൻസ് വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ലീഡ് എടുത്ത് നമ്മൾ ചോദിച്ചിട്ടേ ഇരിക്കാം. കസ്റ്റമർ 2 രീതിയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒന്നുമില്ലെങ്കിൽ പ്രപ്പോസൽ റിജക്ട് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് എന്നും ഒരു റിസീവബിൾ ഏജന്റ് ആയിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിജക്ട് ചെയ്യരുത്. അതിനെന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു റിസീവബിൾ ഏജന്റ് ആവണം. വാട്ട് ഈസ് ദ സക്സസ് സീക്രട്ട് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ? അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ കൂടെ നിൽക്കുന്ന ആളാരാണെന്നൊന്ന് ടൈപ്പ് ചെയ്യോ ചാറ്റ് ബോക്സിൽ. ചെറുപ്പത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ പരിശീലിക്കുകയാണ്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോ കാണാം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ? അവരുടെ ഒരു സക്സസിന്റെ ഒരു സീക്രട്ട് ഉണ്ട് അല്ലെ. എല്ലാത്തിനും വിജയിച്ച എല്ലാ ആളുകൾക്കും ഒരു സീക്രട്ട് ഉണ്ടാവും അവരുടെ സക്സസിനകത്ത്. അവരുടെ സക്സസിനകത്ത് ഒരു സീക്രട്ട് ഉണ്ടാവും. ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് രാംകാന്ത് അച്രേക്കർ അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ കോച്ചാണ്. ഒരു കോച്ച് ഉണ്ടാവും അവർക്ക്, യാതൊരു സംശയവും വേണ്ട. ഏത് പ്രഗത്ഭനായ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പൊ IPL നടക്കും, നമുക്ക് വിരാട് കോഹ്ലിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. വിരാട് കോഹ്ലിയുടെ എന്താ പറയാ ചെറുപ്പകാലത്തുള്ള കോച്ചാണ് ഇല്ലെ, രാജ്കുമാർ ശർമ്മ. വിരാട് കോഹ്ലിയുടെ ചെറുപ്പത്തിൽ വിരാട് കോഹ്ലിയെ പരിശീലിപ്പിച്ച കോച്ചാണ്. ഇന്ന് വേൾഡിൽ ദ ബെസ്റ്റ് ക്രിക്കറ്ററായിട്ട് വളർന്നെങ്കിൽ കൂടെ ഒരു കോച്ച് അവർക്ക് ഉണ്ടായിരുന്നു. യാതൊരു സംശയമില്ല. നമുക്ക് LIC ഏജൻസിയിൽ കിട്ടുന്നതും ഫ്രീ മെന്റർഷിപ്പ് ആണ്. ഡെവലപ്മെന്റ് ഓഫീസർ മെന്റർ ചെയ്യും, മാനേജേഴ്സ് മെന്റർ ചെയ്യും. നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അത്, മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ സാക്ഷി കോച്ച് കുൽദീപ് അല്ലെ, റെസ്ലിംഗ് ചാമ്പ്യൻ. അതുപോലെ തന്നെ സിന്ധു കോച്ച് ഗോപി പുല്ലേല ഗോപി ചന്ദ്, അതുപോലെ തന്നെ മഹാവീർ സിംഗ് പൊഗാത്ത്, ഇവരും റെസ്ലിംഗ് ചാമ്പ്യൻ. എല്ലാവർക്കും ഒരു കോച്ച് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഹു ഈസ് ഗൈഡിങ് യു ഇൻ ദ മാസ്റ്ററിങ് അവർ പ്രൊഫഷൻ? ഈ ഒരു പ്രൊഫഷൻ അകത്ത് നമ്മളെ ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു കുറെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ് വെച്ച് കളിക്കുന്നു, എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു 10-12 കൊല്ലം ചെയർമാൻസ് ക്ലബ് മെമ്പർ ആയിട്ട് നിന്നുണ്ടാവും, 20 കൊല്ലം ചെയർമാൻ ആയിരിക്കും. അതിനൊരു MDRTയിലേക്കോ അല്ലെങ്കിൽ അതിനൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാർച്ചിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഓടിപ്പടഞ്ഞ് ലാപ്സായ പോളിസികൾ പുതുക്കി പുതിയ ആളുകളെ എങ്ങനെയെങ്കിലും ഒക്കെ ചേർത്തി ഒരു 1-1.5 ലക്ഷം ഒക്കെ കയ്യിൽ നിന്നൊക്കെ വെച്ച് നമ്മൾ ആ ക്ലബ് മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഹു ഈസ് ഗൈഡിങ് യു ഇൻ മാസ്റ്ററിങ് അവർ പ്രൊഫഷൻ? നമ്മളുടെ പ്രൊഫഷനിൽ മാസ്റ്റർ ചെയ്യാൻ നമ്മൾക്ക് കോച്ചുമാരുണ്ട്, ഡെവലപ്മെന്റ് ഓഫീസർ. പക്ഷെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇല്ലേ? എന്തെങ്കിലും പോളിസി കൊണ്ടുവരാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല. നമ്മളങ്ങനെ അവര് ഗ്രീൻ ചാനൽ ഡേക്ക് വലിയ വലിയ ഓഫർ ഒക്കെ കൊടുക്കും. ഞാൻ 10 പോളിസി കൊണ്ടുവരാം, 5 പോളിസി കൊണ്ടുവരാന്നൊക്കെ. പക്ഷെ ആ സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് അവരെ പറ്റിയിട്ടുള്ള ഒരു ശീലമുള്ളതുകൊണ്ട് നമ്മൾ അതും ചെയ്യില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ സക്സസ് ആവാനുള്ള ആളുകൾ ഹു ഈസ് ഗൈഡിങ് യു ഇൻ മാസ്റ്ററിങ് അവർ പ്രൊഫഷൻ. ഈ പ്രൊഫഷനിൽ മാസ്റ്റർ ആവാൻ നമുക്ക് വേണ്ടത് എന്താ പറഞ്ഞ, ഒരു കോച്ച് എപ്പോഴും നമ്മളുടെ കൂടെ, ഒരു മെന്റർ വേണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ ഒരുപാട് ട്രെയിനിങ് സെഷനിൽ പോയിട്ടുണ്ട്. വൺസ് യു ടീച്ച് ട്വൈസ് യു ലേൺ. നമ്മൾ ഒരു തവണ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ബ്രാഞ്ചിലെ 5-10 ആളുകളെ വിളിച്ച് ഫ്രീ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് അതിനകത്ത് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ച് 2-ലൊക്കെ MDRTക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ അവർ MDRT ഏജൻസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഓരോ വർഷത്തിലും പുതിയ പുതിയ ആളുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എല്ലാ ബ്രാഞ്ചിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ലോകത്തെ മുഴുവൻ കസ്റ്റമറെ ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല.
എല്ലാവരെയും വാരി പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഉറപ്പുണ്ട് പാലക്കാടിലെ എന്റെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ള ഒരു കസ്റ്റമറെ ആരും വന്ന് പിടിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരും, വിളിച്ച് പറഞ്ഞു തരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് യു ടീച്ച് ട്വൈസ് യു ലേൺ. ഒരു തവണ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ 2 തവണ പഠിച്ചതിന് തുല്യമാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പാൻഡമിക് പീരീഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കോച്ചിങ് ഒക്കെ കിട്ടണം. നിങ്ങളുടെ കൂടെ ഒരു കോച്ചായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ കൃത്യമായിട്ട്, പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് എന്താണ്, പെനാൽറ്റി മേക്കിംഗ് എന്താണ്, സേവ് ദ മണി ആൻഡ് ദ ഇൻട്രസ്റ്റ് എന്താണ്, ചൈൽഡ് വാക്സിനേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു തരാൻ ഇനിയിപ്പോ വേറെ പല സ്ഥലത്ത് നിങ്ങൾക്ക് കോച്ചിങ് കിട്ടും. ഇനി അഥവാ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഈസ് ദർ. ലോഞ്ചിങ് ബൈജൂസ് അക്കാദമീസ് നോളജ് നൈറ്റ്. നമ്മൾ ഈ പാൻഡമിക് പീരീഡിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ ഇത് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മൈൻഡ് സെറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബൈജൂസ് അക്കാദമി ചെയ്യുന്നു. ബൈജൂസ് അക്കാദമീസ് നോളജ് നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സൂമിൽ ഇതേപോലെ നമ്മൾ ചെയ്യാൻ പോവാണ്. 6 സെഷൻ 2 അവർ വെച്ച് എല്ലാ സാറ്റർഡേ ഉണ്ടാവും. 7 മണി തൊട്ട് 9 മണി വരെ. മെയ് 8-ാം തീയതിയാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം 8 May 2021. ഇൻ നോളജ് നൈറ്റ്സ് ഐ ആം ഗിവിംഗ് മെനി ഐഡിയാസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു ക്യാപ്സൂൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാ സംഗതിയും ഒരു ക്യാപ്സൂൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇൻ നോളജ് നൈറ്റ്സ് ഐ ആം ഗോയിങ് ടു ഗിവ് യു മെനി ഐഡിയാസ്. 2 അവറുള്ള സെഷൻ, 1.5 മാസം കൊണ്ട് സംഗതി തീരും. എല്ലാ ശനിയാഴ്ചയും ഈവനിങ് 7 to 9 ആയിരിക്കും പ്രോഗ്രാം. യു ക്യാൻ പിക്ക് ആൻഡ് ചൂസ് ദ ഐഡിയ ദാറ്റ് ഫിക്സ് യു വെൽ. നിങ്ങൾക്ക് ഈ ഐഡിയ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമറുടെ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഈച്ച് ഐഡിയ ഹാസ് ദ പവർ ടു ടേക്ക് യു ഫ്രം റിജക്റ്റബിൾ ടു റിസീവബിൾ ടു റെഫറബിൾ അഡ്വൈസർ. റിജക്റ്റബിൾ ഏജന്റ് ആണെങ്കിൽ നമുക്ക് റിസീവബിൾ, നമ്മളെ കാണുമ്പോൾ വന്നിരിക്കും, നമുക്ക് പോളിസിയെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം, ഇൻഷുറൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ മാറ്റും. റെഫറബിൾ, ഇനി നമുക്ക് പോളിസി തന്നു എന്ന് മാത്രമല്ല, നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഫാമിലിയിലോ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, അതെ എന്റെ LIC ഏജന്റ് ഉണ്ടല്ലോ, MDRT ഏജന്റ് ആണ്, ഗാലക്സി ക്ലബാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി റെഫറൻസ് വാങ്ങിത്തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൈനിങ് എന്ന് പറയുന്ന ഒരു സംഗതി, കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോളിസി കിട്ടും. നമ്മൾ ആരാണെന്ന് നമ്മൾ പോയി വിശദീകരിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്റെ വെബ്സൈറ്റിൽ കയറി നോക്ക്, byjucreative.com. എന്റെ വെബ്സൈറ്റ് ആണ് www.byjucreative.com, byjucreative.com. ഞാൻ എന്തൊക്കെ അവാർഡ് വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ച് കൂടുതലൊന്നും തള്ളലാണെന്നൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് തള്ളലിനൊന്നും വലിയ പ്രസക്തി ഇല്ല. പ്രൂവ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ വലുതായിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. 2-3 MDRT അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയ് 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. എത്ര ഫീസ് വാങ്ങണം? ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ 6 ആഴ്ചയുള്ളൂ. 2 സെഷൻ വെച്ചിട്ട് 6 ആഴ്ച. എത്ര ഫീസ് വാങ്ങണം? എത്ര ഫീസ് നിങ്ങൾക്ക് തരാൻ പറ്റും? നിങ്ങൾക്ക് തീരുമാനിക്കാം അതിന്റെ ഫീസ് എന്താണെന്നുള്ളത്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. ഈ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്റെ കയ്യിലുള്ള സാധനങ്ങളുടെ ഒരു കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്റെ കോഴ്സിന് വരുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം എന്റെ കോഴ്സിന് 81 പേര് വന്നിരുന്നു. അതിൽ 42 പേര് MDRT, 2 പേര് COT, എന്റെ ഭാര്യ അടക്കം 4 പേര് ഡബിൾ MDRT ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്റെ കോഴ്സിനകത്ത് അറൌണ്ട് 100 പേരുണ്ട്. 10 പേര് ഓൾറെഡി MDRT കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മള് എത്ര ഫീസ് തരാൻ റെഡിയാണ്? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് 6 സെഷൻ ഉണ്ടാവും. ഉം 5000 വിലയിട്ടില്ലേ? IDV ഫിക്സ് ചെയ്തു 5000. പിന്നെ വേറെ ആരും ഒന്നും ടൈപ്പ് ചെയ്യില്ല. 3000. ഓക്കെ, ഇനി പറയും സാർ, ഇറ്റ്സ് യുവർ ചോയ്സ് നോട്ട് അവേഴ്സ്. ഓക്കെ, അങ്ങനെ ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഈ 6 ക്ലാസ്സിന് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്ന ഫീസ് 2499 രൂപയാണ്. 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. 6 മാസത്തെ 2 മണിക്കൂർ വെച്ചിട്ട് 6 ആഴ്ച ഉണ്ടാവും. അതിന്റെ റെക്കോർഡിംഗ് സൂമിലാണ് ഉണ്ടാവുക. 3 മണിക്കൂർ, അതിന്റെ 3 ദിവസം അതിന്റെ റെക്കോർഡിംഗും അവൈലബിൾ ആവും. എന്തെങ്കിലും ഇനിയിപ്പോ നെറ്റ് കിട്ടിയില്ല, കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞാൽ ഇരിക്കാൻ ഈ 2499 രൂപയിൽ ഇനി കഴിഞ്ഞിട്ടില്ല. 1499 രൂപ വർത്തുള്ള പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ 1 കൊല്ലം നമ്മൾ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും ഫ്രീ കിട്ടും. ആ സോഫ്റ്റ്വെയർ എങ്ങനെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ കിട്ടും. 1499 രൂപ വർത്തുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, ഒരു ക്ലാസ്സും ഫ്രീ ആണ്.
ടോട്ടൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് 2499 രൂപ തന്നാൽ മതി. പക്ഷെ ഒരു കണ്ടീഷൻ ഇതിനകത്തുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരെ മാത്രമേ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. ഓൺലൈൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വെച്ച് ക്ലാസ് എടുക്കാൻ ഞാൻ റെഡിയല്ല. എന്റെ ഇപ്പോഴത്തെ ക്ലാസ് നടക്കുന്നതിൽ 100 പാർട്ടിസിപ്പന്റേ ഉള്ളൂ. ഒരു വർഷത്തെ കോഴ്സാണ്, 35 സെഷൻ അതിനകത്തുണ്ട്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പേര് ഇതിനകത്ത് വർക്ക് ചെയ്യും. പക്ഷെ ഈ 6 ആഴ്ചത്തെ കോഴ്സിന് നിങ്ങൾ 2499 രൂപ ഫീസ് അടച്ചാൽ മതി. അതും ആദ്യം അടയ്ക്കുന്ന 100 പേർക്ക് മാത്രമാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നുള്ളൂ. 100 പേരിൽ കൂടുതൽ നമ്മൾ അതിനകത്തേക്ക് ആളുകളെ എടുക്കുന്നില്ല. കാരണം ഈ സംശയമൊക്കെ വിളിച്ചു ചോദിച്ച് ഒരു ഏജന്റ് എന്ന നിലയിൽ എനിക്കും പോളിസിയൊക്കെ ചേർക്കാൻ പോകണം. അപ്പൊ എല്ലാവരും കൂടി സംശയമൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് 100 പേർക്കാണ് എൻട്രി. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് എൻട്രി ഉണ്ട്. മെയ് 8-നാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി സാറ്റർഡേ ഈവനിങ് 7 to 9 ഇതുപോലുള്ള സെഷൻസ് നടക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗോൾ സെറ്റിംഗ്, പ്രോസ്പെക്ടിംഗ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ ഷുവർ ഇവന്റ്സ് ആൻഡ് സർപ്രൈസ് ഇവന്റ്സ്, ചൈൽഡ് സെഗ്മെന്റ്, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, ഓൾഡ് ഏജ് പ്രൊവിഷൻ ഫോർ പ്ലാനിംഗ്, ക്ലോസിംഗ് ടെക്നിക്സ്. ഒരു ഇൻഷുറൻസ് സെയിൽസിലെ യഥാർത്ഥ സൈക്കിൾ ഉണ്ട്, സെയിൽസ് സൈക്കിൾ ഉണ്ട്. ഒരു ഇൻഷുറൻസ് പോളിസി വിൽക്കാൻ ഒരു സെയിൽസ് സൈക്കിൾ ഉണ്ട്. ആ സെയിൽസ് സൈക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ 2 മണിക്കൂറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മുടെ ട്രെയിനിങ് കോർഡിനേറ്റർ ശ്രീഹരിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം. നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഈ ഒരു സോഫ്റ്റ്വെയറും ആ ഒരു സോഷ്യൽ മീഡിയ എക്സ്പെർട്ട് ആയിരിക്കും അതിന്റെ ക്ലാസ് എടുക്കുക. വാട്സപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ ഫേസ്ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ആ ബ്രാൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ കൂടെ മോട്ടിവേഷൻസ് എല്ലാം ഉണ്ടാവും. വാട്സപ്പ് സപ്പോർട്ട് ആ ഗ്രൂപ്പിനകത്ത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. കാരണം സത്യത്തിൽ ഈ ഒരു ഫീസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് എന്റെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു കമ്പനി LIC എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിന് ഞാൻ പഠിച്ച കാര്യങ്ങളും പല ലാംഗ്വേജിൽ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴിലൊക്കെ ഞാൻ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും വായിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ നമ്പർ, വാട്സ്ആപ്പ് നമ്പറാണ്. ശ്രീഹരി ട്രെയിനിങ് കോർഡിനേറ്റർ ആണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യത്തെ 100 പേര് എപ്പോ വരുന്നോ അതോടുകൂടി ഈ സാധനം എൻഡ് ആവും. ഫസ്റ്റ് 100 വ്യക്തികൾ വരുന്നതോടുകൂടി ഈ കോഴ്സിന്റെ അഡ്മിഷൻ എൻഡ് ആവും. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഇലാബറേറ്റഡ് ഡിസ്കഷൻ അടുത്ത 6 ആഴ്ചകളിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഉറപ്പായിട്ടും, ഐ അഷ്വർ യു, കാരണം ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഒരു അപ്ലൈഡ് നോളേജ് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ഐ എം നോട്ട് എ ട്രെയിനർ, ഐ എം എ പ്രാക്ടീഷണർ. ഇന്ന് പോലും പോളിസി കൊടുത്ത് കസ്റ്റമറെ കണ്ട് ഡിസ്കസ് ചെയ്ത് ബ്രാഞ്ചിൽ പോയി പോളിസി കൊടുത്ത് തപാൽ മാർഗം നീന്തൽ പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സെഷൻ. നമ്മൾ 1.5 മണിക്കൂർ സെഷൻ പറഞ്ഞിരുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹരി ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ തരും. ഫസ്റ്റ് 100 ആളുകൾക്കാണ് അതിൽ എൻട്രി ഉള്ളത്. ദെൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വയ്ക്കാം. ഓക്കെ, കുറെ പുതിയ ആളുകളൊക്കെ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. എന്റെ ഒരു മെസ്സേജ് കണ്ട് 250 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. 200 കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല, റിപ്ലൈ വരും. ദെൻ നിങ്ങൾ എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു ഹായ് അയക്കുകയാണെങ്കിൽ എന്റെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. എവറി ഡേ നിങ്ങൾക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് മെസ്സേജുകളൊക്കെ വരും. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും നമ്പറൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും നമ്പർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ വരും. എന്റെ നമ്പറൊക്കെ ഓൾ കേരള എല്ലാ ഗ്രൂപ്പിലും ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഹരിനെ കോൺടാക്ട് ചെയ്യാം. ദെൻ പാൻഡമിക് പീരീഡിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാം. നമ്മുടെ ഫാമിലി, മറ്റുള്ളവരുടെ ഫാമിലി ഒക്കെ രക്ഷിക്കാൻ പറ്റുന്ന ഏക ആളുകൾ നമ്മളാണ്. ഇല്ല, അവർക്കും ഞാൻ പറഞ്ഞ ഷുഗർ ഇവന്റ്സും സർപ്രൈസ് ഇവന്റ്സും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏക ആളുകൾ നമ്മളാണ്. അപ്പൊ നമ്മൾ അത് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ഫിനാൻഷ്യൽ ഉണ്ടാവും. ഒരു ഡൗട്ട്. യെസ് സാർ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് വഴി LIC പോളിസിയുടെ ചില ടിപ്സുകളും ചില ഫീച്ചേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്.
അപ്പൊ ഇടയ്ക്ക് വെച്ച് ഒരു മെസ്സേജ് വന്നു, സോഷ്യൽ മീഡിയ വഴി ഇൻഷുറൻസിനെ കുറിച്ച് അഡ്വർടൈസ് ചെയ്യുന്നതും പബ്ലിസിറ്റി കൊടുക്കുന്നതും അത് റൂളിന് അഗെയിൻസ്റ്റ് ആണ്, അവർക്ക് പെനാൾട്ടി വരുമെന്ന്. അതിൽ എത്രമാത്രം ഇല്ല, നോക്കൂ, IRDA അങ്ങനെ ഒരു സർക്കുലർ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. അതിൽ അങ്ങനെ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ ചില രീതികളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോ ഇൻഷുറർ LIC തരുന്ന സ്റ്റാറ്റസുകൾ നമുക്ക് വെക്കാം, മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതൊക്കെയാണ് ആ സർക്കുലർ പറയുന്നത്. ഞാൻ പറയും സത്യത്തിൽ അതൊരു ബ്ലണ്ടർ ആണ്. IRDA എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ പരാതിയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം, വളരെ സിമ്പിൾ ആയിട്ട് അത് പറയാൻ പറ്റുള്ളൂ. LICയുടെ എംപ്ലം യൂസ് ചെയ്യരുത്. കാരണം ധാരാളം സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്, അതിനൊക്കെ LICയുടെ എംപ്ലം ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, മിസ്ഗൈഡ് ചെയ്യുന്നു. പിന്നെ എന്താ പറയാ, ചില സോഫ്റ്റ്വെയർസിലൊക്കെ ബോണസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ പിന്നെ 4%, 8% സെനാരിയോയിൽ നമ്മൾ IRR ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലർ കൊടുക്കുന്ന പ്രസന്റേഷനിലൊക്കെ 12% ഒക്കെ റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പരാതികൾ ഉണ്ടാവാം. ഞാൻ പറയട്ടെ, ഇനി ചാലഞ്ചസ് കൂടുതലായിരിക്കും. കാരണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 49%-ൽ നിന്ന് 74% ആക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനികൾ നന്നായിട്ട് കളിക്കും. അവിടെ നമ്മളെ എക്യുപ്ഡ് ആയിട്ട് നിൽക്കുക, നോളജ് ഉണ്ടാക്കുക, അറിവുണ്ടാക്കുക, റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പിന്നെ എന്താ പറയാ, നല്ല നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാറ് ചോദിച്ച ഈ ക്വസ്റ്റിന് തെറ്റല്ല, പക്ഷെ ചില കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാൻ പാടില്ല, മാർക്കറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പേഴ്സണൽ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Any other questions? എന്റെ നമ്പർ ഇവിടെ ഞാൻ സ്ക്രീനിൽ ഇട്ടിരുന്നല്ലോ, എടുത്തില്ലേ? സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? കമ്പ്യൂട്ടർ നമ്പർ ഇവിടെ ഉണ്ട്, ശ്രീഹരിയുടെ ഉണ്ട്, എന്റെ ട്രെയിനിങ് കോർഡിനേറ്ററുടെ നമ്പർ ഇവിടെ ഉണ്ട്. എന്റെ നമ്പർ ബൈജു MS 9544035001. ശ്രീഹരിയുടെ നമ്പർ ഉണ്ട്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഈ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതോട് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ. സർ 2499 എന്ന് സാർ പറഞ്ഞല്ലോ ഫീസ്. അതിന്റെ അകത്ത് 1499 ഒരു സോഫ്റ്റ്വെയറും കൂടെ സാർ പറഞ്ഞിരുന്നു. 1499 ഒരു സോഫ്റ്റ്വെയർ പ്ലസ് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ക്ലാസ്സുമാണ്. ഓക്കെ സാർ, അതിപ്പം ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷനോ വേറെ എന്തെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റോ വരുമോ സാർ? അത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ അതിലൊക്കെ നടക്കും. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും റിന്യൂ, മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സോഫ്റ്റ്വെയർ പോലെ തന്നെയാണ്. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും റിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങളെ തന്നെ സമീപിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ബ്രാൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ സർ. യെസ്, ജോസി ജോർജ് ആണ് സാറിന്റെ ജോസി ജോർജ് ആണ് സാറിന്റെ നമ്പർ തന്നിരുന്നത്. ജോസി ജോർജ് സാറിന്റെ ഏജന്റ് ആണ് അല്ലേ? സാറിന്റെ ഏജന്റ് അല്ല, വേറൊരു ഡിയോയുടെ ഏജന്റ് ആണ്. മിസ്റ്റർ നന്ദകുമാർ സാറിന്റെ ഏജന്റ് ആണ് ഞാൻ. സാറിന്റെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ വിത്ത് യുവർ പെർമിഷൻ. Thank you, sir. Thank you very much for your great session. Thank you very much. Very useful, sir. Very useful. You are so energetic, sir. High energy plus your energy plus universal energy is magic എന്ന് പറഞ്ഞില്ലേ? കഷ്ടപ്പെടുമ്പോഴും വെൽ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. വർക്ക് ചെയ്യുന്നുണ്ട് സാറിന്റെ
സാറ് ഈ നമുക്കതോട് ഭയങ്കര നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കേട്ടോ. അതെ അല്ലേ, നിങ്ങളുടെ ഒരാളാണ്, ഏജന്റ് തന്നെയാണ്, യാതൊരു സംശയം. നാളെ രാവിലെ 8 മണിക്ക് ഒരാളെ കൊണ്ട് മെഡിക്കൽ വിളിക്കൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ. ഞാൻ സി ഡി അനിൽകുമാർ, ബ്രാഞ്ച് വണ്ണിൽ കോട്ടയത്ത്. അപ്പം സാറിന്റെ ഒരു പുതിയ ടേം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ സർപ്രൈസ് ഇവന്റും ഷുവർ ഇവന്റും. നമ്മൾ പല സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമുള്ള അതിന് വളരെ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. വളരെ താങ്ക് യു സാർ, കേട്ടതിനകത്ത് സന്തോഷമുണ്ട്. ഇല്ല സാർ, നമ്മളിപ്പോ വർഷങ്ങളായിട്ട് കസ്റ്റമേഴ്സ് കേട്ടുമടുത്ത ആ ഡയലോഗിൽ നിന്ന് നമ്മൾ മാറ്റി എന്തെങ്കിലും പറയുക എന്നുള്ളതാണ്. ശരിക്കും അതൊരു എന്താ പറയാ, ശരിക്കും ഒരു യുണീക്ക് ആണ് പറയാം സംഭവം. വളരെ നല്ല ധാരാളം പുതിയ പുതിയ ഡയലോഗുകൾ കിട്ടും നിങ്ങൾക്ക്. യു ജോയിൻ മൈ കോഴ്സ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഷുവർ. താങ്ക് യു സാർ. ഹലോ ബൈജു സാർ. ഹലോ ബൈജു സാർ. പറയൂ സാർ, പറയൂ. തൃശ്ശൂർ നാരായണനാണ്, തൃശ്ശൂർ ബ്രാഞ്ച് നമ്പർ 1. ബ്രാഞ്ച് 1. ഹലോ ഹലോ നാരായണൻ സാർ, പറയൂ പറയൂ. നമസ്കാരം. ഓക്കെ സാറേ, എന്തായാലും വളരെ എന്താ പറയാ, ഭംഗിവാക്ക് പറയണതല്ല, സാറിന്റെ സെഷൻ വളരെ എഫക്റ്റീവ് ആണ്, അമേസിംഗ് ആയിരുന്നു സാറിന്റെ പെർഫോമൻസ്. സൂപ്പർ. നല്ലൊരു ഒരു ഏജന്റിന്റെ റിയൽ എക്സ്പീരിയൻസ് ആണ് സാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പഞ്ച് സാറിനുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ഈ മേഖലയിൽ നിൽക്കണം. സംശയമില്ലേ സാറ്, അതിന് മാത്രം എഫേർട്ട് സാർ എടുക്കുന്നുണ്ടെന്നുള്ളത് സാറിന്റെ സംസാരത്തിൽ അറിയാം. യാത്ര ചെയ്തിട്ട് വിശന്നിട്ട് കണ്ണു നൽകി വന്നിട്ട് ആരും ചെയ്തു തരാനില്ല. പിള്ളേരുണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം വിളിച്ചിട്ടോ ഞാൻ എന്തെങ്കിലും കഴിക്കാനുള്ള വേണം. പേഴ്സണലായിട്ട് ചാറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഹലോ, അബദ്ധായിരിക്കും. പറയൂ മാഡം, പറയൂ. നെറ്റ് പ്രോബ്ലം. ഇനിയുണ്ടോ സാറേ? ഇനി റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റുമോ? ഇത് നമ്മൾ ഫ്രീ സെഷൻ ഒന്നും റെക്കോർഡിംഗ് ഉണ്ടാവും. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ദ ചാൻസ് ടു അപ്ലോഡ് ഇൻ യൂട്യൂബ്. എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. പക്ഷെ അത് എപ്പോഴാണ് ചെയ്യുന്നുള്ളത് കുറിച്ചൊരു പറയാൻ പറ്റും. ഞാൻ തിരുവല്ല. അതാണ്. നോക്കൂ, ഞാനിങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ പാലക്കാട് ഇരുന്നിട്ട്. എല്ലാവർക്കും നല്ല ബിസിനസ് ഉണ്ടാവണം, നല്ല പോളിസികൾ കൊടുക്കണം, കസ്റ്റമേഴ്സിനും നല്ല പോളിസികളൊക്കെ കൊടുത്ത് വലിയ വലിയ സക്സസുകൾ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവര് നിങ്ങൾക്ക് എന്റെ ഫോണിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യും. എന്റെ നമ്പർ 9544035001 95 44 0 35 001. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ബട്ട് ടുമാറോ ഓൺവേർഡ്സ് 14 days ലോക്ക്ഡൌൺ. ഇങ്ങനെ സംഭവിച്ചോ? ലോക്ക്ഡൌൺ ആണോ? നമ്മുടെ കേരളത്തിലാണെന്നുണ്ടോ? 14 ദിവസം. അറിയില്ല സാറേ. സുകന്യ മാഡം പറയുന്നുണ്ട്, അറിയില്ല. ഞാൻ ഫോൺ ഇവിടെ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ന്യൂസ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതെ, കർണാടകയാണ് അല്ലേ? യെസ്. സുകന്യ മാം കർണാടകയിലാണ് അല്ലേ? നിങ്ങൾ അവരവര് പിന്നെ കാസർഗോഡാണ്. അപ്പൊ അവർക്കത് നന്നായിട്ട് എഫക്ട് ചെയ്യും. എല്ലാവരും ടേക്ക് കെയർ. കൊറോണ നിറയുണ്ട്. ആ ഒരു സാഹചര്യം കോവിഡ് പ്രോട്ടോകോളുകളൊക്കെ പാലിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുക, ബിസിനസ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്റെ ഒരു സെഷൻ പുതിയ കുറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് കിട്ടി 2 മണിക്കൂർ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. LICയുടെ പേരിലും എന്റെ പേരിലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.